വിടുതല. വെറുതെ കേട്ട് കളയുന്നവർക്ക് അത് വിടുതലായി വ്യാപരിക്കത്തില്ല. ആകയാൽ ഇന്ന് ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇപ്പൊ നമ്മൾ ഓർക്കും തൃത്വത്തെ കുറിച്ച് നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അത് ക്ലാരിഫൈ ചെയ്ത് കിട്ടി. പിതാവിൽ യേശുവുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. എന്നാൽ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ യേശു ക്രിസ്തുവും പിതാവും ആയിട്ടുള്ള ബന്ധം അത് ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് സ്നാനത്തിനു വേണ്ടി യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അപ്പോൾ പിതാവായ ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് അയച്ച് യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ യേശുവിനിടയായി തീർന്നു. ഇതെന്തിനെ യേശുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു. നമുക്കൊക്കെ അറിയാം യേശു പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന്. എന്നാൽ ഇവിടെ എടുത്തെഴുതിയേക്കുക ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ യേശു ക്രിസ്തുവിന് അഭിഷേകം ആവശ്യമായിരുന്നെങ്കിൽ കർത്താവിനെ ഫോളോ ചെയ്യുന്ന നമുക്ക് എത്രയധികം അഭിഷേകം ആവശ്യമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് യുവാക്കന്മാരെ കാണുമ്പോൾ ഈ അഭിഷേകം പരിശുദ്ധാത്മാവെന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര പുച്ഛമാണ്. അവര് ചിന്തിക്കുന്നത് ഈ കൊട്ടിപ്പാടുന്നതും ചാടുന്നതും അന്യഭാഷ പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര വികൃതിത്തരമായിട്ട് തോന്നും. എന്നാൽ ഇത് അനുഭവിച്ചവർക്കറിയാം ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, ഇത് അസാധാരണമായ ഒരു ദൈവശക്തിയാണെന്ന്. നമുക്ക് കഴിയാത്ത പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു കൃപയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഓരോ സാഹചര്യത്തില് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറഞ്ഞു, ഈ മെസ്സേജ് നീ കൊടുക്കണം. ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പരിശുദ്ധാത്മാവിനെ കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇത് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഇന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ആ മോള് പാട്ട് പാടിയപ്പോൾ മോൾ ആ രണ്ടാമത്തെ പാട്ട് ഇങ്ങനെ പാടി, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. അപ്പം എനിക്കതൊരു കൺഫർമേഷൻ ആയിട്ട് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. അപ്പം ഇത് രണ്ടുപേര് ഒരേ കാര്യം പറയുമ്പോൾ അത് ഒരിക്കൽ കൂടി നമുക്കതൊരു കൺഫർമേഷൻ ആണ്. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും എന്നുള്ളത് കർത്താവിന്റെ വലിയൊരു പ്രോമിസ് ആയിരിക്കാൻ, അത് പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള പരിശുദ്ധാത്മാവിന്റെ ദൂതാണ്, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കാരണം ഞാനിത് പറയുമ്പം നമ്മൾ ഓർക്കും ദൈവവചനം കേട്ടു, സ്നാനപ്പെട്ടു, ഞാൻ കർത്താവിന്റെ വരവേക്ക് പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം ഞാൻ ചോദിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വരുമ്പോ ചോദിക്കുന്നു, ഞാൻ എന്തുവാ ചെയ്യേണ്ടത് സ്വർഗത്തിൽ പോകാൻ, അല്ലെങ്കിൽ കർത്താവിനെ അറിയാൻ ഞാൻ എന്താ ചെയ്യുക? നിസ്സാരമായ വാക്കുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കണം. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ. ആ വാക്ക് നിങ്ങൾ എടുത്ത് അണ്ടർലൈൻ ചെയ്യണം. കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആർക്കും കാണാൻ. അതിന്റെ 5-ാം വാക്യത്തിൽ എടുത്തു വീണ്ടും പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ. അപ്പൊ ആദ്യത്തെ വാക്ക് കാണുക, രണ്ടാമത് എടുത്തെഴുതിയിരിക്കുന്നു കടക്കുക. അപ്പൊ അത് യേശു ക്രിസ്തു നേരിട്ട് പറയുന്ന വാക്കാ. അപ്പൊ ആത്മാവിനാൽ ജനിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മളിൽ എത്ര പേര് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്? എന്തുകൊണ്ട് ആത്മാവി ജനിക്കണമെന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ടു. അപ്പൊ 3-ാം വാക്യത്തിൽ പറയുന്നത് വീണ്ടും ജനിക്കുക. അപ്പൊ വീണ്ടും ജനിച്ചാ പോരെ? യെസ്, വീണ്ടും ജനിച്ചാൽ മതി. 2 സ്നാനപ്പെട്ടാ പോരെ? അങ്ങനെയായിരുന്നേ കർത്താവ് 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയായിരുന്നു, വെള്ളത്താൽ സ്നാനപ്പെടുക. അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു, ആത്മാവിനാലും ജനിക്കണം. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിച്ചു. 3-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാ കുറ്റബോധം തരാൻ നമുക്ക് വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല, ജനിച്ചു. എന്നാൽ 5-ാം വാക്യത്തിൽ എടുത്തു കർത്താവ് പറയുക, നിക്കോദിമോസേ എനിക്കറിയാം വീണ്ടും ജനനം എന്താ നിനക്ക് മനസ്സിലായി, എന്നാൽ നീ വെള്ളത്താലും ജനിക്കണം ആത്മാവിനാലും ജനിക്കണം. അതായത് ബാപ്റ്റിസം ഇൻ ദ വാട്ടർ ആൻഡ് ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ്. വെള്ളത്തിൽ എങ്ങനെ നീ സ്നാനപ്പെട്ടോ അതുപോലെ തന്നെ നീ ആത്മാവിലും പൂർണ്ണമായി ഒന്ന് സ്നാനപ്പെടണം. അങ്ങനെ സ്നാനപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുക. ഇങ്ങനെ കർത്താവ് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, യേശു പോലും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ കാണാം, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. സോ there is 2 things happening. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. 2, ഒരു പവർ റിസീവ് ചെയ്യണം. അപ്പൊ നമ്മൾ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ നോക്കിയേ. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരെ നടക്കുമ്പോൾ ഒരിക്കൽ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുക, ഞാൻ നിങ്ങളെ അയക്കുകയാ. എങ്ങോട്ട് അയക്കുന്നു? അനേക രോഗികളുടെ അടുക്കലേക്ക് അയക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ പോവാ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി തരാൻ പോവാ.
ഞാൻ ഓർത്തു അത് ഒരിക്കൽ നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്തു, അടുക്ക വിളിച്ചിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ കൊടുത്തുവെന്ന്. അപ്പോൾ നമ്മൾ ഓർത്തു ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഈ ശിഷ്യന്മാര് എന്തിനാ യേശു പിന്നെയും പറയുന്നത് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്റെ ശക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം? കാരണം അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു, ശക്തി ലഭിച്ചില്ല. അതിനുവേണ്ടി പറയും നിങ്ങൾ ശക്തിക്ക് വേണ്ടി. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു യു ഷാൽ റിസീവ് പവർ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. നമുക്കൊക്കെ അതെ, നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരും വന്നു? പരിശുദ്ധാത്മാവും വന്നു. പരിശുദ്ധാത്മാവ് വരാത്ത ഒരു വ്യക്തിക്കും പാപത്തെക്കുറിച്ച് ബോധം വരത്തില്ല. അവരുടെ ഹൃദയം കല്ലായിരിക്കും. ഇന്നത്തെ യുവാക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പറയുന്നു ഓക്കെ പരിശുദ്ധാത്മാവിന് എന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ട്, എന്നാൽ ശക്തിയുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളോട് പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് തലമുറകൾ നഷ്ടമായി പോകുന്നു, എന്തുകൊണ്ട് കുടുംബങ്ങൾ ചിതറിപ്പോകുന്നു? ഒറ്റ കാര്യം, ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കുടുംബങ്ങൾ കടന്നു വരുന്നില്ല. പണ്ട് പ്രാപിച്ച അഭിഷേകമായിട്ട് ഇന്നും ഇരിക്കുക. ഇതുകൊണ്ട് പറ്റത്തില്ല ദൈവമക്കളെ. ഓരോ ദിവസം കഴിയും തോറും പരിശുദ്ധാത്മാവിന്റെ ശക്തി അധികമായി നമ്മൾ പ്രാപിച്ചിടേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, വചനത്തിൽ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് അത് തെളിയിച്ചു തരാം. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളെല്ലാവരും Zoom ഐഡിയിൽ ഓൺ ചെയ്ത് വെച്ചേക്കുക, പലരും ഫോണിലായിരിക്കാം. ഈ ഫോൺ ചാർജ് ചെയ്തത് ഉപയോഗിച്ച് എത്ര വില കൂടിയ ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, അല്ലെ ആൻഡ്രോയിഡ്, സാംസങ് ഏതും ആയിക്കൊള്ളട്ടെ, അതിന്റെ ഉപയോഗം കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ശക്തി കുറഞ്ഞു വരും, പവർ കുറഞ്ഞു വരും. അല്പനേരം കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു എഴുതി കാണിക്കും പവർ ഡൗൺ, അല്ലെങ്കിൽ പവർ ഇല്ല, പവർ കുറഞ്ഞു, ചാർജ് ചെയ്യണോന്ന്. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മമനുഷ്യനും ഒരിക്കൽ ശക്തി പ്രാപിച്ചു, ഒരിക്കൽ ചാർജ് ചെയ്തു, പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങൾ പലതും കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ഇപ്പോൾ മീറ്റിങ്ങിന് കയറാൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ശതമാനം ഇതിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ രാത്രിയാകുമ്പോൾ, ഞാനൊക്കെ ചെയ്യുന്ന അങ്ങനെ, രാത്രിയാകുമ്പോൾ ഇത് ചാർജിങ്ങിൽ ഇട്ടിട്ടാണ് കിടക്കാൻ പോകുന്നത്. രാത്രി മൊത്തം ഇത് ചാർജ് ചെയ്യും, പിറ്റേ ദിവസം രാവിലെ തൊട്ട് പിന്നെയും വൈകുന്നേരം വരെ ഇത് ഉപയോഗിക്കുക. യേശുക്രിസ്തു ഇത് തന്നെയല്ലേ ചെയ്തത്? പകല് മൊത്തം താൻ ശുശ്രൂഷ ചെയ്യുന്നു, രാത്രിയാമങ്ങളിൽ താൻ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് വേറിട്ട് പോയി രാത്രിയാമങ്ങളിൽ താൻ ചാർജ് ചെയ്യുക. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച യേശുക്രിസ്തു പോലും താൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, മാർച്ച് മാസം 27-ാം തീയതി 2023 ഞാൻ ആദ്യമായി എന്റെ ജീവിതത്തിൽ ഒരു വേറിട്ട ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിൽ കൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ദൈവശബ്ദം 1-2 വട്ടം എന്റെ കാതി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല, എന്റെ കൂടെ അന്ന് കിടക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ 2 പേര് എന്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് നമ്മൾ പല സൗണ്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ എഴുന്നേക്കും, പല ശബ്ദങ്ങൾ നമ്മൾ ചുറ്റും കേൾക്കും, നമ്മൾ എഴുന്നേറ്റെന്നിരിക്കും. അപ്പം ഞാൻ കിടന്നുറങ്ങുക, നല്ല വെളുപ്പിന് സമയമായി, പകുതി ബോധം ഉണ്ടെന്ന പകുതി ഉറക്കത്തിലും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ആരോ എഴുന്നേൽക്കുന്ന സമയത്താണ് ഞാൻ ഒന്ന് എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ ഞാൻ ഉറക്കത്തിലേക്ക് പോയി. പക്ഷെ അന്ന് രാത്രിയിൽ ഞാൻ കിടക്കുന്നതിന് മുമ്പെല്ലാം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എന്റെ കിടക്കയിലേക്ക് പോയത്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ദിവസങ്ങൾ അധികം ശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണം. എനിക്ക് നിറവിന്റെ ഒരു ആവശ്യകതയുണ്ട്. കാരണം കഴിഞ്ഞ 2022 വരെ ജീവിച്ചതുപോലെ അല്ല, 2023 കയറുമ്പോൾ പുതിയൊരു അനുഭവം, പുതിയൊരു ശക്തി, പുതിയൊരു ദൈവിക കൃപ, പുതിയ തല ശുശ്രൂഷകൾ എനിക്ക് വെളിപ്പെടണം. അതുകൊണ്ട് കർത്താവ് എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിയത്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങുന്ന സമയം, ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിന്റെ സമയത്ത് ഉറക്കത്തില. എന്നാൽ നമ്മൾ സ്വപ്നമൊക്കെ കാണുമ്പോൾ നമുക്കറിയാലോ, നമ്മളോട് ആരോ സംസാരിക്കുന്നു. നമ്മൾ ഉറക്കത്തിൽ പറയത്തില്ല, ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ട് എന്നോട് വന്നു എന്റെ മമ്മി ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെ പപ്പ ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ടീച്ചർ എന്നോട് ഇങ്ങനെ പറയുന്നത്. നമുക്കപ്പം നമ്മൾ ഈ ചെവി കൊണ്ടാണോ അത് കേൾക്കുന്നത്? അല്ല, നമ്മൾ ഈ ചെവി കൊണ്ടല്ല അത് കേൾക്കുന്നത്. കാരണം നമ്മൾ പകുതി സുബോധവും എന്നാൽ നല്ല ബോധവും അല്ലാത്ത രീതിയിലാണ് ഉറക്കം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ 3 വട്ടം ഞാനൊരു ശബ്ദം കേൾക്കുക. അത് ഞാൻ ഈ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, ഉറക്കത്തിലാന്നാ ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കേൾക്കുന്ന ശബ്ദം ഇതാ, അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ്, ഞാൻ പക്ഷെ ഉറക്കത്തിൽ തന്നെയാണ്. ഈ 3 വട്ടം കേട്ടു. ആദ്യം വെറുതെ കേട്ടു അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. രണ്ടാമത് വീണ്ടും കേട്ടു അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മൂന്നാമത് എന്നെ ആരോ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്ന പോലെ കേട്ടു അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തു എന്തുവാ, ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കട്ടിലേൽ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ പലതും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതായിട്ട് വരുമല്ലോ. ഇന്നലെ എന്തോ കേട്ടു, എന്നോട് ആരോ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ ഇരുന്ന് ഒരു 10 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഡൗൺലോഡായി വരാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ വരിക. അപ്പൊ ഞാൻ ഓർത്ത് എന്നോട് ആരാ ഇന്നലെ സംസാരിച്ചത്? അപ്പൊ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് ഈ വാക്ക് ഓർമ്മ വന്നു, അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഇംഗ്ലീഷിൽ ഒരു ദൈവശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ മലയാളത്തിലാണ് കേട്ടുകൊണ്ടിരുന്നത് മൊത്തം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഞാൻ ഓർത്ത് കർത്താവ് ഇത് ഞാൻ വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ? പക്ഷെ ഈ വാക്ക് ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല.
അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ബൈബിൾ എടുത്തിട്ട് എന്റെ ബൈബിളിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു, അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഓർത്ത് കർത്താവ് എന്തോ ഇതിന്റെ അർത്ഥം. അപ്പം ഓരോ വാക്കെടുത്ത് ഞാൻ നോക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ടേബിളിൽ ഇരുന്ന് ബൈബിൾ പഠിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് വചനവുമായിട്ട് ഇരിക്കുമ്പോൾ, പലപ്പോഴും ഇരിക്കുമ്പോൾ അതങ്ങ് ഇരുന്നിട്ട് വചനമൊക്കെ പഠിച്ചു കുറച്ചു നേരം വചനം വായിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ അവിടെ ആരും പിടിച്ചിരുത്തിയേക്കുക. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എനിക്ക് സ്വയമേ എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്തോ എന്നോട് കൈമാറാൻ പരിശുദ്ധാത്മാവിനുണ്ട്. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛൻ പിള്ളേരെ ഇന്ന് സ്കൂളിൽ വിട്ടു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു വചനവുമായിട്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ വാക്കിന്റെ അർത്ഥം എന്താ? അൺലോക്ക്, തുറക്കാൻ, ആത്മാവിന്റെ ശക്തിയെ നീ തുറന്നു വിടുക. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആർക്കാ പൂട്ടി വെക്കാൻ പറ്റുന്നത്? എന്നോട് കർത്താവ് പറയാ നീ തുറന്നു വിടാ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഈ ലോകത്തിൽ ഏതു മനുഷ്യനാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പൂട്ടി വെക്കാൻ പറ്റുന്നത്? നമ്മൾ മാനസികമായി ചിന്തിച്ചു നോക്കി. തുറന്നു വിടാൻ പറഞ്ഞാൽ അൺലോക്ക്, തുറക്കാൻ, ലോക്ക് തുറക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ താക്കോൽ, അല്ലെങ്കിൽ അത് തുറന്നു വിടാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ വെറും പുഴുവാ, എന്റെ മേൽ ആത്മാവിന്റെ ശക്തി അങ്ങ് പകർന്നിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് ആ ശക്തിയെ പൂട്ടി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ, ആരാ പറഞ്ഞേ നീ അത് പൂട്ടി വെച്ചേക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ പൂട്ടി വെച്ചെന്നോ? ഞാൻ ആത്മാവി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ വചനം വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ശരിയാ, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ വചനം വായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ആർക്കു വേണ്ടി? അടുത്ത ചോദ്യം എന്നോട്. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. ഞാൻ ആത്മാവി പ്രാർത്ഥിക്കുന്ന ആർക്ക് ആത്മീക വർധന വരുത്താനാ? വചനം പറ. ആത്മാവിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മിക വർധനവ് വരുത്തുന്നു. അപ്പോൾ നമ്മൾ ആത്മാവി സംസാരിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ആത്മിക വർധനവ് വരുത്തുക. കർത്താവ് ചോദിച്ചു, നീ നിനക്ക് തന്നെ ആത്മിക വർധന വരുത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അതായത് എന്നിട്ട് കർത്താവ് എന്നെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് കാണിച്ചു തന്നു. പ്രാക്ടിക്കൽ ക്ലാസ് എന്തുവാണെന്നറിയാമോ? പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു തരാം. എന്നെ കർത്താവ് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വെള്ളം എടുത്തു കൊടുക്കുന്ന ഒരു ജഗ്ഗുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് നിന്റെ വീട്ടിൽ നീ ഉപയോഗിക്കുന്ന ജഗ്ഗ. നീ എല്ലാ ദിവസവും രാവിലെ ഈ ജഗ്ഗ് കഴുകും, വെള്ളം പിടിക്കും, നിറച്ചു വെക്കും. ആർക്കു വേണ്ടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി, എനിക്ക്, എന്റെ ഭർത്താവിന്, എന്റെ കുഞ്ഞുങ്ങൾക്ക്. ഇവിടെ ആരെങ്കിലും വന്ന വെള്ളം ചോദിച്ചാൽ ഞാൻ വെള്ളം കൊടുക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, വെരി ഗുഡ്, അത് കറക്റ്റാ നീ പറഞ്ഞു, വെള്ളം നീ കൊടുക്കും. പക്ഷെ നീ രാത്രിയാമങ്ങളിൽ ഇരുന്ന് ആത്മാവി പ്രാർത്ഥിച്ച് നീ നിന്നിലേക്ക് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ എത്ര അധികം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? അത് ദൈവമല്ലേ കൊടുക്കേണ്ടത്. അക്സയ്ക്ക് പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റത്തില്ല, എന്നാൽ നിന്നിൽ ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ലഭിച്ച കൃപകളും കൃപാവരങ്ങളും നിനക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. എന്നിട്ട് കർത്താവ് എന്റെ ഒരു കുറവ് എനിക്ക് കാണിച്ചു തന്നു. ആ കുറവ് മറ്റൊന്നുമല്ല, നീ ആത്മീക സ്വാർത്ഥതയിലാണ്. ആത്മീക സ്വാർത്ഥതയിലാണ് ഇന്നത്തെ ജനറേഷൻ പോകുന്നത്. ദൈവാത്മാ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്വാർത്ഥതയുണ്ടോ? നിങ്ങളപ്പം ചിലർക്ക് അത് വിഷമം തോന്നും, പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ പറ്റൂ, നമ്മുടെ ഈ ജനറേഷനിൽ ആത്മീക സ്വാർത്ഥത വളരെയുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ആദ്യ നൂറ്റാണ്ടിലെ പോലത്തെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണം, ആദ്യ നൂറ്റാണ്ടിലെ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണം. ആദ്യ നൂറ്റാണ്ടിലെ സഭയെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവരിൽ സ്വാർത്ഥതയില്ലായിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, അവര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ വീടുകൾ അവർ തുറന്നു കൊടുത്തു. എപ്പോഴും ആൾക്കാർക്ക് കടന്നു വരാം. ആർക്കാ പ്രാർത്ഥന ആവശ്യമുള്ള? വാ വാ വാ, എന്റെ വീട് റെഡിയാക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഒരു രോഗമാണോ? ബാ, ഞാൻ പ്രാർത്ഥിക്കാം, കൂടെ ഇരിക്കാം. ബാ, വലിയ വിഷയത്തിലാണോ? തലമുറ വലിയ പ്രയാസത്തിലാണോ? ബാ, ഞാൻ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ആത്മാവിന്റെ ശക്തി കർത്താവ് തന്നിട്ടുണ്ട്, നിങ്ങൾ പ്രാപിച്ചിട്ടില്ലേ? ഞാൻ നിങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അഭിഷേകം പ്രാപിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അവർ അഭിഷേകം പ്രാപിക്കാത്തവരെ കൂട്ടി വരുത്തുന്നു, അവർ പ്രാർത്ഥിക്കുന്നവർ വചനം പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് സ്വാർത്ഥതയില്ലാത്ത അവസ്ഥ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമുക്ക് ചുറ്റും ഒരു മതിലുണ്ടാക്കി. എന്തോ മതിലെന്നറിയാമോ? ഞാൻ അഭിഷേകം പ്രാപിച്ചത് എനിക്കും എന്റെ ഭർത്താവിനും എന്റെ പിള്ളേർക്കും. ഞാൻ ആത്മാവി പ്രാർത്ഥിക്കും, ആർക്ക് വേണ്ടി? എന്റെ ഭർത്താവിന് വേണ്ടി. ഞാൻ ആത്മാവി പ്രാർത്ഥിക്കും, ആർക്ക് വേണ്ടി? എന്റെ മക്കൾക്ക് വേണ്ടി. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ സഭയിലുള്ള തലമുറകൾക്ക് വേണ്ടി ആത്മാവിൽ സമയമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്? ഇവിടെ നമ്മൾ കാണുന്നു, അപ്പോസ്തല പ്രവൃത്തി 10:38 പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, അല്ലെങ്കിൽ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. യേശു നസ്രയത്തിലേക്കാണോ മടങ്ങിപ്പോയത് അഭിഷേകം കിട്ടിയിട്ട്? നസ്രയത്തിൽ പോയി അമ്മയായ മറിയയ്ക്കും ഈ ഭൂമി ദൈവം കൊടുത്ത അപ്പനായ യോസഫിന് വേണ്ടി പ്രവർത്തിച്ചോ? ഞാൻ എന്നാ നസ്രയത്തിൽ കുറച്ച് നാള് പോയി
എന്റെ നസ്രയത്തുകാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അവരിലേക്ക് ഈ അഭിഷേകം ഒന്ന് അയക്കട്ടെ. അങ്ങനെയാണ് യേശു ചെയ്തത്? അല്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ദൈവം അവനോട് കൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. നന്മ ചെയ്യുക. 2, പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി. അതുകൊണ്ട് അവൻ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ നടക്കുന്ന അർത്ഥം ഇതാണ്, യേശുക്രിസ്തു അഭിഷേകം പ്രാപിച്ചതിന് ശേഷം യേശുക്രിസ്തു സ്വാർത്ഥനായിരുന്നില്ല. എനിക്ക് അഭിഷേകം കിട്ടി, ഞാൻ എന്റെ വീട്ടിലിരിക്കും. എനിക്ക് അഭിഷേകം കിട്ടി, ഞാൻ എന്റെ സഭയെ മാത്രമേ ശുശ്രൂഷിക്കത്തുള്ളൂ. നോ, he started to travel. യാത്ര ചെയ്യാൻ തുടങ്ങി. എവിടാന്നറിയാമോ? ഓരോ സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുന്നിടത്തേക്ക് പോയി. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, നന്മ ചെയ്തു. 2, ഭൂതം ബാധിച്ചവരെ പുറത്താക്കി. അത് മാത്രമേ ചെയ്തുള്ളൂ. വേറൊരു ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, വേറൊരിടം ലൂക്കോസിന്റെ സുവിശേഷം 4:18 ഇങ്ങനെ കാണുന്നു, യേശു യെരൂശലേം ദേവാലയത്തിൽ പോയിട്ട് ന്യായപ്രമാണം എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്ത് ചെയ്തു കർത്താവ്? എന്നെ അഭിഷേകം ചെയ്തു. നമ്മൾ ഈ അഭിഷേകം പ്രാപിക്കുന്ന എന്തിനു വേണ്ടിയാ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഒരു കൊച്ചിനോട് വിളിച്ചു, മക്കളെ അഭിഷേകം പ്രാപിക്കണം, എന്തിനെന്നുള്ളൊരു ചോദ്യം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, അവരെന്നാ പറയുന്നത്? പറ. അല്ലെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു, ഞാൻ എന്തിനാ അഭിഷേകം പ്രാപിച്ചു? പെന്തിക്കോസുകാരാ ചോദിച്ച്, ഞാൻ ചോദിച്ചു എന്നോട് ഈ ചോദ്യം, അക്സ നീ എന്തിനാ അഭിഷേകം പ്രാപിച്ചത്? എന്റെ ആൻസറാ ഞാൻ പറഞ്ഞത്, എനിക്ക് കർത്താവിനോട് സംസാരിക്കണം. ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം. ഞാൻ ഇരുന്ന് കർത്താവിനോട് മണിക്കൂറുകൾ ആത്മാവി പ്രാർത്ഥിക്കും. എന്റെ തലമുറയ്ക്ക് ഒരു വിഷയം വന്നാൽ ഞാൻ ആത്മാവി പ്രാർത്ഥിക്കും. എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ഭർത്താവിന്റെ കുടുംബം, എന്റെ കുടുംബം. അതിനകത്ത് അക്സ, അതിനപ്പുറം സഞ്ചരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ പറയുന്ന യേശു സഞ്ചരിച്ചു തുടങ്ങിയെന്ന്. അതിനപ്പുറത്തേക്ക് ഈ ആത്മാവിന്റെ ശക്തി ഫ്ലോ ചെയ്യും. ഞാൻ അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? എന്റേതായ താക്കോലിട്ട് ഞാൻ അതങ്ങ് പൂട്ടി, ലോക്ക് ചെയ്ത് വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? എന്റെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമോ? ഞാൻ പ്രാർത്ഥിക്കും, മലയാളത്തിൽ പ്രാർത്ഥിച്ചു വിടും. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, പ്രിയ സഹോദരിക്ക് വയ്യ, അല്ലെങ്കിൽ അവർ തലമുറയുടെ വിഷയത്തിൽ കർത്താവേ വിടുവിക്കണമേ. ആ സഹോദരിക്ക് വിടുതൽ കിട്ടിയോ എന്ന് ഞാൻ അറിയുന്നില്ല. പ്രാർത്ഥിച്ചു, എനിക്കൊരു സന്തോഷം. ഞാൻ ഇന്നൊരു സഹോദരി വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. എന്നാൽ അതിന്റെ മറുപടി കാണുന്നിടം വരെ നിങ്ങൾക്ക് ആത്മാവിൽ ആ പൈശാചിക ബന്ധരോ അല്ലെങ്കിൽ ആ പോരാട്ടമായിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് ആ വ്യക്തി ഒന്ന് വിടുവിക്കാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, വി ആർ ലോക്കിങ്, നമ്മൾ പൂട്ടി വെക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ അലമാരികൾ ഉണ്ടാവും. നിങ്ങൾ എന്തോ ഈ പൂട്ടി വെക്കുന്ന അലമാരിക്കകത്ത്? ഏറ്റവും വിലപ്പെട്ടതൊക്കെയാ പൂട്ടി വെക്കുന്നത്. എന്തോ പൂട്ടി വെക്കുന്നത്? നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ വീടിന്റെ ആധാരം, പിള്ളേരുടെ സർട്ടിഫിക്കറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ പൂട്ടി വെക്കും. നിങ്ങൾ പൂട്ടി വെച്ചിട്ട് എന്തുവാ ചെയ്യുന്നത്? അതാരും കാണാത്തടത്ത പൂട്ടി വെക്കുന്നത്. ഒരു ലോക്കും ഉണ്ട്, താക്കോലും ഉണ്ട്. ഇത് നിങ്ങൾ പൂട്ടി വെച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അതിനകത്തിരിക്കുന്ന പൈസ ആർക്ക് ഉപയോഗിക്കാനുള്ളതാ? നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഇതുപോലെയാ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്തിനാ ഉപയോഗിക്കുന്നത്? ഞാനത് പൂട്ടി വെച്ചേക്ക്, ആരെയും കാണിക്കത്തില്ല, എനിക്ക് മാത്രം ഉള്ളതാ. അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ചു, മോളെ മതി, നിർത്തിക്കോ. നീ ഇന്നലെ പ്രാർത്ഥിച്ചില്ലേ? എന്തുവാ ചെയ്യേണ്ടത്? 2023 പുതിയ കൃപ വേണം, പുതിയ കൃപാവരം വേണം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇത് അങ്ങ് അൺലോക്ക് ചെയ്ത് തരും. വരുന്ന എല്ലാവർക്കും അതങ്ങ് കൊടുക്കാൻ നീ ഒരു മനസ്സ് കാണും. എന്നിട്ട് സ്വാർത്ഥത മാറ്റി വെക്കാൻ തുടങ്ങും. അന്നാണ് എനിക്ക് മനസ്സിലായത്, ആത്മീക സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു വലിയ പാപം പെന്തക്കോസ്ത് സമൂഹത്തിൽ മറഞ്ഞു കിടക്കുന്നു. പണ്ടത്തെ കാലത്തെ ദൈവ മക്കളിൽ ഇതില്ലായിരുന്നു. അവരുടെ വീട് അവരെന്ത് ചെയ്യും? തുറന്നു കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ 120 പേര് കൂടിയിരുന്ന മാളിക മുറി അവർ കൂടിയിരുന്ന് എവിടെയാ ഇരിക്കുന്ന? ഒരു വീട്ടില, ചർച്ചിലല്ല. ഈ 120 പേര് എത്ര ദിവസം അവിടെ കൂടിയിരുന്നു? എത്ര പേര് അവിടെ കൂടിയിരുന്നു? ഒരുപാട് പേര് അവിടെ കൂടിയിരുന്നിട്ടുണ്ട്. ഇവര് കൂടിയിരുന്നിട്ട് എന്തുവാ ചെയ്യുന്നത്? അവർ ആത്മാവി പ്രാർത്ഥിക്കുക, അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത് എന്തുവാ? കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ എന്റെ അഭിഷേകത്തെ പകരും, നിങ്ങൾ കാത്തിരിക്കണം. ഒരു ദിവസം കാത്തിരുന്നെന്നോ 2 ദിവസം കാത്തിരുന്നെന്നോ അല്ല അവിടെ പറയുന്നത്. അവർ എത്ര ദിവസം കാത്തിരുന്ന നമുക്കറിയില്ല. പക്ഷേ അവരുടെ കാത്തിരിപ്പിന് ആ ഭവനം തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. 120 പേര്. നിങ്ങൾ എന്ന് ഇമാജിൻ ചെയ്ത്, ഇപ്പൊ നിങ്ങളായിരിക്കുന്ന ഭവനത്തിലേക്ക് ഒരു 120 പേര് എത്ര ദിവസം എന്നറിയാതെ വന്നാൽ നിങ്ങളിൽ എത്ര പേര് സന്തോഷത്തോടെ ഭവനങ്ങൾ തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞു? ഇല്ലെന്നാണെങ്കിൽ അതിന്റെ അർത്ഥം സ്വാർത്ഥതയുണ്ട്. മനസ്സിൽ ഒന്ന് സന്തോഷം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കി, ആരോടും പറയല്ലേ, വേണ്ട. ഇപ്പൊ ഒരു 5 പേര് വന്ന് 5 ദിവസം താമസിക്കാൻ പറഞ്ഞ നമ്മുടെ എന്താ ദൈവമേ, ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം, അയ്യോ എന്തൊരു പണിയാ, എനിക്ക് ഇവിടെയുള്ള വീട്ടുകാരെ തന്നെ നോക്കാൻ സമയമില്ല, ഇനി 120 പേര്. ദൈവമക്കളെ,
ചിന്തിക്കണേ. ആ വീട്ടുകാരത് തുറന്നു കൊടുത്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന 120 പേരിൽ ആ വീട്ടുകാരും ഉണ്ടായിരുന്നു. അവര് തുറന്നു കൊടുത്ത് അവർക്ക് നഷ്ടമായില്ല, അവരും അഭിഷേകത്താൽ നിറയപ്പെട്ടു. സഭ വളർച്ചയുടെ ആദ്യ ആരംഭത്തിൽ അവർക്ക് പറയാം, ഞങ്ങളുടെ ഭവനത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നത്. ദൈവമക്കളെ, ഇന്ന് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ലെന്നറിയാമോ? സഭകളിൽ എന്തുകൊണ്ട് കൂട്ടമായി അഭിഷേകം നടക്കുന്നില്ലെന്നറിയാമോ? സ്വാർത്ഥര. നമ്മളെല്ലാം നമുക്ക് ചുറ്റും വേലി വെച്ചേക്കുക. ഞാന് എന്റെ കുടുംബം എന്നുള്ള വേലി. അത് എന്ന് സഭകൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് എന്നത് മുറിച്ചു കളയുന്നു, അന്ന് ജനറേഷൻസ് എഴുന്നേൽക്കാൻ തുടങ്ങും. വലിയൊരു അഭിഷേകത്തിന്റെ നിറവ് ജനറേഷൻസിലേക്ക് പകരപ്പെടാൻ പറ്റും. ഇപ്പോൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്മൾ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുക ദൈവമക്കളെ. ആകയാൽ ഞാൻ പറയുന്നു, അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ തുറന്നുവിട്. നിങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് ദൈവമാണ്. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച കൃപകളും കൃപാവരങ്ങളും നിങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ വചനത്തിൽ നിന്ന് പറഞ്ഞു തരാം. അല്ലെങ്കിൽ 1 തിമോത്തിയോസ് 4:14 ഇങ്ങനെ പൗലോസ് തിമോത്തിയോട് പറയുകയാണ്, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുതേ. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇപ്പൊ പൗലോസ് തിമോത്തിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഉപദേശമാണ്. മോനെ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ഒന്ന് ഓർപ്പിക്കുക. പണ്ടേ മൂപ്പന്മാര് നിന്റെ തലയെ കൈവച്ച് പ്രവചനത്തോടുകൂടെ നിനക്ക് ചില കൃപാവരങ്ങളൊക്കെ ലഭിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നാൽ അതെന്ത് ചെയ്യരുത്? ഉപേക്ഷയായി, ആ ലഭിച്ച കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാവണം. നിന്റെ അഭിവൃദ്ധി എന്ന് വെച്ചാൽ എന്തോ അഭിവൃദ്ധിയാ? വീട് വെട്ടിയതാണോ? കാറ് മേടിച്ചതാണോ? കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് വലിയ പണക്കാരനായി തീർന്നതാണോ? കർത്താവ് മാനിച്ചതാണോ? ആ അഭിവൃദ്ധിയല്ല. നിന്നിൽ ലഭിച്ച അഭിഷേകത്തിന്റെ നിറവിൽ നീ ആത്മീകമായി വളർന്ന, നീ ഇപ്പൊ ഒരു നിൽക്കുന്ന ശുശ്രൂഷ തലത്തിൽ നീ നിൽക്കുന്ന അഭിവൃദ്ധി ഉണ്ടല്ലോ, ആ അഭിവൃദ്ധി മറ്റുള്ളവർ അറിയണം. അതിനെന്ത് ചെയ്യണം? നീ അറിയിക്കണം. എങ്ങനെ അറിയിക്കാൻ പറ്റുന്നേ? ഞാൻ സ്വാർത്ഥതയിൽ ഇരുന്നാൽ അറിയിക്കാൻ പറ്റുമോ? ഞാനത് അറിയിക്കണമെങ്കിൽ ഞാൻ എന്റെ വാ തുറക്കണം, ഞാൻ എന്റെ വീട് തുറക്കണം, ഞാൻ എന്റെ കൈകൾ തുറക്കണം. ദൈവമക്കളെ, നമ്മളിലെ ആത്മിക സ്വാർത്ഥത നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയുന്ന അതേ വേദനയോടെ തൊട്ടപ്പുറം ഇരിക്കുന്ന സഹോദരിയുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് കരയാം. ഞാൻ പറഞ്ഞല്ലോ, പെന്തിക്കോസുകാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിശാച് ബാധിച്ചവരെ വിടുവിക്കണമെന്ന് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ ഞാൻ നിങ്ങൾ 10 കൂട്ടം കാര്യങ്ങൾ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവരും ചെയ്യാൻ ദൈവം നിയോഗിക്കുന്ന കാര്യം, അഭിഷേകം ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, നന്മ ചെയ്യണം. നമ്മളിൽ എത്ര പേര് നന്മ ചെയ്യുന്നുണ്ട്? നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മ എന്താണെന്നറിയോ? എനിക്ക് ദൈവം നന്മ തന്നാൽ അത് എന്റെ വീട്ടുകാർക്ക്, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക്, എന്റെ മക്കൾക്ക്. പക്ഷെ നമ്മൾ അത് വിട്ട് ഒരു ബൗണ്ടറിയിലേക്ക് നമ്മൾ വരുന്നില്ല. ഇപ്പൊ ഒരു ദൈവദാസനോ ഒരു ദൈവദാസിയോ പറയുക നിങ്ങളോട്, നമ്മുടെ ചർച്ചിൽ ഒരാൾക്ക് പ്രശ്നമുണ്ട്, ഒരു വീടില്ല, കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കുള്ളത് 100 രൂപയാണോ? അത് നിങ്ങൾ മനസ്സോടെ കൊടുക്കണം. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അന്യഭാഷയെ കൂടി അല്ല തിരിച്ചറിയുന്നത്, ഫലത്തിൽ കൂടെയാ. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, അന്യഭാഷ, അയ്യോ ആ വ്യക്തി അന്യഭാഷ അഭിഷേകം പ്രാപിച്ച കേട്ടോ, കാരണം ഭയങ്കര അന്യഭാഷയാണ്. അല്ല, ആദ്യം സംഭവിക്കുന്ന സ്നേഹം തോന്നും. അത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണമെന്നല്ല കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. നിങ്ങളുടെ ശത്രു ആയിരിക്കുന്നവൻ, നിങ്ങൾക്ക് ദോഷം ചെയ്ത ഒരു വ്യക്തിയാണ് ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോകുന്നത്. നിങ്ങൾ 100 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ കൊടുക്ക്. സഹോദരി, എനിക്കിതേ തരാനുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് എന്താ? വലിയൊരു നന്മയാ ചെയ്യുന്നത്. അടുത്തത് ഞാൻ പറയുന്നു, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുക. എന്തോ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുക എന്ന് പറയുന്നത്? നമ്മുടെ അടുക്കൽ പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവർ ആരെങ്കിലും കടന്നു വന്നാൽ, ഇന്ന് പലർക്കും പേടിയാ, ഭയങ്കര പേടിയാ. അയ്യോ എനിക്ക് പേടിയാ, എനിക്ക് ആ കൃപയൊന്നും കർത്താവ് തന്നിട്ടില്ല, അയ്യോ എനിക്ക് ആ കൃപാവരമൊന്നുമില്ല. പക്ഷെ ദൈവാത്മാവ് പറയുക, കർത്താവ് 12 അല്ലെങ്കിൽ ഈ 12 ശിഷ്യന്മാരും അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ 12 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും 12 ഇല്ല, 11 ഇല്ല, 12 ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നത് തന്നെ 12ാമത്തെ ശിഷ്യനെ കൂടെ എടുത്തു കഴിഞ്ഞിട്ടാ. ആരായിരുന്നു 12ാമത്തെ ശിഷ്യൻ? അറിയാം ആരായിരുന്നു 12ാമത്തെ ശിഷ്യൻ? ഞാൻ അതും കൂടെ ഒന്ന് വായിപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തില് മത്യാസ്. അവിടെ പറയുന്നു, ഈ മത്യാസ് പരിശുദ്ധാത്മാവിഷം പ്രാപിച്ച ശിഷ്യൻ. ഈ 12 ശിഷ്യന്മാരും അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അവർ പോകുന്നിടത്തൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അല്ലാതെ ചിലർക്ക് മാത്രമായിരുന്നില്ല, എല്ലാവരും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു.
എന്നാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ 12 ശിഷ്യന്മാരും ചെയ്യുമ്പോൾ നടന്ന ഒരു കാര്യം, അവരിൽ സ്വാർത്ഥതയില്ലായിരുന്നു. അവർ യാത്ര ചെയ്യുക. അവർക്ക് കുടുംബം ഉണ്ടായിരുന്നു. ആർക്കായിരുന്നു കുടുംബം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? പത്രോസ്. പത്രോസിന് ആരുണ്ടായിരുന്നു? ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ പത്രോസ് കുടുംബസ്ഥനാ. ഈ പത്രോസ് കുടുംബത്തെ വിട്ടിട്ട് എന്ത് ധൈര്യത്തിലാ മുന്നേറുന്നത്? ഒറ്റ ധൈര്യമേ ഉള്ളൂ, കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ എന്റെ കുടുംബത്തെ കർത്താവ് നോക്കും എന്നുള്ള ഒരു ധൈര്യം പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് യാത്ര ചെയ്തൊരു പത്രോസ്. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നു, പിശാച് ബാധിച്ചവരെ അവർ വിടിവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക. ഈ ദരിദ്രന്മാരെന്ന് പറയുന്ന ആരാ? നാളെ തൊട്ട് നമ്മുടെ വീടിന്റെ അടുക്കല് പാവപ്പെട്ട ആൾക്കാരുടെ അടുക്ക പോയി സുവിശേഷം അറിയിക്കാനാണോ കർത്താവ് പറയുന്നത്? എന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവരുടെ അടുക്കലേക്ക് പോവുക, സ്ലം ഏരിയകളിൽ. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, എല്ലാവരും സുവിശേഷം അറിയണം. ഈ ഇവിടെ ദരിദ്രന്മാരെന്ന് പറയുന്നത് സുവിശേഷം എന്തെന്നറിയാത്ത, ദൈവസ്നേഹം എന്തെന്നറിയാത്ത ഒരു കൂട്ടം ജനത്തിന്റെ അടുക്കലേക്ക് നമ്മൾ പോകണം. നമ്മളിലെ സ്വാർത്ഥത മാറണം. ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും സുവിശേഷം അറിയിച്ചിരിക്കും. അടുത്തത്, ബദ്ധന്മാർക്ക് വിടുതൽ. നമ്മൾ ചില ബദ്ധന്മാരായവരെ വിടുവിക്കണം. അടുത്തത്, കുരുടന്മാർക്ക് കാഴ്ച. ആരെ കുരുടന്മാര്? അന്ധകാരത്തിൽ കിടക്കുന്നവര്. ഇന്ന് നമുക്ക് ഒത്തിരി പേരെ കാണാൻ കഴിയും. ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകം എന്തിനുപയോഗിക്കണം? ഈ ബദ്ധന്മാരെയും കുരുടന്മാരെയും ഒക്കെ വിടിവിക്കുവാൻ ഉപയോഗിക്കണം. ആരാ കുരുടന്മാർ? അവർക്ക് പോകുന്ന വഴി കാണാൻ പറ്റുന്നില്ല, അവർ തപ്പിത്തടയുക. ഈ കുരുടന്മാരുടെ ലിസ്റ്റിൽ ഇന്ന് എനിക്ക് കാണിച്ചു തരാനുള്ള വ്യക്തികൾ ആരാന്നറിയോ? ഇന്നത്തെ ടീനേജേഴ്സ്, യൂത്ത്. അവര് കുരുടരാ. അവർക്ക് എന്തെന്നറിയത്തില്ല, അവരാരെന്ന് അവർക്ക് അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നേ? അവർക്ക് ആരെന്ന് അവർക്ക് അറിയത്തില്ല, പരിശുദ്ധാത്മാവ് ആരെന്നറിയത്തില്ല, ദൈവം ആരെന്നറിയത്തില്ല. അവർക്ക് ആകെ അറിയാവുന്നത് സോഷ്യൽ മീഡിയ. അവര് കുരുടർ. അവർക്ക് അവരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അവർക്ക് വേറെ ആരെയും കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എന്താ? കുരുടൻ എന്ന് പറയുമ്പോൾ അവരെയും കാണത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ലോകത്തിലാ. അവർക്ക് മറ്റൊരു ലോകത്തെ കുറിച്ച് അറിയില്ല. കുരുടന്മാർക്ക് അങ്ങനെയല്ല, അവർ അന്ധകാരത്തിന്റെ ലോകത്തില്ല, അവർക്ക് മറ്റാരെ അറിയത്തില്ല. ഇതുപോലെ ലോകത്തിൽ അന്ധകാരത്തിൽ കിടക്കുന്ന അനേക യുവതിവാക്കന്മാരുണ്ട്. അവരിലേക്ക് നിങ്ങൾ പരിശുദ്ധാത്മാന്റെ ശക്തി പ്രാപിച്ച ഈ ഓരോ ആന്റിമാർ, ഈ സൂമിൽ എന്നെ കാണുന്ന ഓരോ ആന്റിമാരോട് ഞങ്ങളുടെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ചർച്ചിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ്, ഒരമ്മ വന്ന് പറയും എന്റെ കുഞ്ഞ് അവൻ അഡിക്റ്റഡാ, അവൻ ഡ്രഗിന് അഡിക്റ്റഡാ, അവനാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല, അവൻ ഗെയിമിന് അഡിക്റ്റഡാ, നിങ്ങളിൽ എത്ര പേര് ഞാനൊന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്? അതോ നിങ്ങൾ കേട്ടിട്ട് ആണോ അയ്യോ കഷ്ടമായി പോയി, എല്ലാവരും ഇങ്ങനെയാന്ന്, എന്നെ എടുക്കാനാ? കർത്താവ് നിങ്ങളെ നോക്കി പറയുക, സ്വാർത്ഥയായ നിങ്ങളുടെ പേര് കൂട്ടി പറഞ്ഞു. കർത്താവ് ചോദിച്ചു, മോളെ ഞാൻ എന്തിനാ പിന്നെ ഈ അഭിഷേകം തന്നത്? ഷോക്കേസി വെച്ച് വെക്കാൻ. ഇങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞ നല്ല ഭംഗിയുള്ള ലോക്കറിനകത്തിട്ട് വെച്ചേക്കാം, അഭിഷേകം പ്രാപിച്ചോണം. പിന്നെ അവിടുത്തെ ഡേറ്റ് വരെയുണ്ട്, ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന മീറ്റിംഗിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. കർത്താവ് ചോദിക്കും, ഉപയോഗം വല്ലതും ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉപയോഗം വല്ലതും ഉണ്ടോ? ഇല്ല, ഉപയോഗമില്ല. ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കുരുടന്മാർക്ക് കാഴ്ച. സ്വയം ലോകത്തിലിരിക്കുന്ന ഒരു ജനറേഷനെ കാണിച്ചു കൊടുക്കണം, വേറൊരു ലോകമുണ്ട്, അത് നിത്യതയാ. മക്കളെ, നഷ്ടമാക്കി കളയരുതേ. നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന കൃപകൾ, കൃപാവരങ്ങൾ. പൗലോസ് തിമോത്തിയോട് പറഞ്ഞ അതേ വാക്യം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് ലഭിച്ച കൃപാവരം. നിങ്ങൾ പറയും എനിക്ക് എന്തോ കൃപാവരം ദൈവം തന്നിരിക്കുന്നത്, എനിക്ക് ജസ്റ്റ് അന്യഭാഷ മാത്രം പറയാനുള്ള കൃപാവരമേ ഉള്ളൂ. പക്ഷെ ആ കൃപാവരം എന്തുവാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്കറിയാം അന്യഭാഷയുടെ വില? നിങ്ങളിൽ എത്ര പേർക്കറിയാം അന്യഭാഷയുടെ വില? എനിക്കറിയാം. ഞാൻ ഡിസംബർ 6, 2023 അതിന്റെ വില മനസ്സിലാക്കി. മുമ്പും അറിയാം, എന്നാൽ തെളിവോടെ, ഭയങ്കര പവറോടെ ഞാൻ അതിന്റെ ശക്തി മനസ്സിലാക്കി. ഈ കഴിഞ്ഞ മാസത്തെ കാര്യം പറയും, കറക്റ്റ് 1 മാസമായി. ഞാനൊരു അനുഭവം പറയും. എന്റെ ഭർത്താവിന് ഇപ്പം 40 വയസ്സായി. ഈ സെപ്റ്റംബർ ആയപ്പോ 40 ഇയേഴ്സിലേക്ക് കയറി. ഞാൻ എന്റെ ടെസ്റ്റിമണിയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്ന് എന്റെ ഹസ്ബൻഡും ഞാനും വെള്ള കുടുംബജീ ദൈവം ഞങ്ങൾക്ക് നല്ല 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. ഒരു കുഞ്ഞിന്, മൂത്ത മോൾക്ക് 4 വയസ്സും മോന് 3 വയസ്സും, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ഈ കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഉണ്ടാവാൻ ഇടയായിട്ടുണ്ട്. ആ അനുഭവം മറ്റൊന്നുമല്ല, അന്ന് എന്റെ ഭവനത്തില്, അതായത് ഡിസംബർ 6 ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം 5-ാം തീയതി ഞങ്ങളുടെ ചർച്ചിൽ പുതിയതായിട്ട് 2 വർഷം മുമ്പ് ഒരു മോള്, ഒരു കുടുംബമായിട്ട് അവർ വരുവാനിടയായി. അവർ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർ. ദൈവത്തിന്റെ വലിയ കൃപയാൽ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. അപ്പൻ, അമ്മ, 2 കുഞ്ഞുങ്ങൾ. മൂത്ത മോക്ക് 20 വയസ്സ്, ഇപ്പോൾ ഇളയ മോന് 16 വയസ്സ്. അന്ന് അവര് വരുമ്പോൾ മോക്ക് 18 വയസ്സും മോന് 13 വയസ്സും, കൊച്ചു പിള്ളേർ.
അപ്പം സംഭവിക്കുന്നത്, ഈ കുടുംബം കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ട ഒരു സ്നാനപ്പെട്ട് ഇപ്പൊ 2 വർഷമായി സ്നാനപ്പെട്ടിട്ട്. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങൾക്ക് ഞാനാണ് ബൈബിൾ സ്റ്റഡി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. ഈ മോൾ എന്നെ നോക്കി ചേച്ചിക്ക് എങ്ങനെ ഇതൊക്കെ പറ്റുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ചേച്ചി അല്ലല്ലോ അത് ചെയ്ത്, പരിശുദ്ധാത്മാവല്ല. അപ്പൊ അവള് ചോദിച്ചു, ഈ പരിശുദ്ധാത്മാവ് ചെയ്തെന്ന് ചേച്ചി പറയുമ്പോൾ എന്തോ ഈ പരിശുദ്ധാത്മാവ്? ഞാൻ കാണുന്നില്ലല്ലോ ആ വ്യക്തിയെ. ഞാൻ പറഞ്ഞു, അതൊരു വ്യക്തിയാ, നമ്മളൊരു കാറ്റോ തീയോ ഒന്നും അല്ല, അതൊരു വ്യക്തിയാ പരിശുദ്ധാത്മ. ഹി ഈസ് വിത്ത് മീ, എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെ നടക്കുന്നുണ്ട്, എന്റെ കൂടെ ഇരിക്കുന്നുണ്ട്, എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഓരോ സെക്കൻഡും എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ മോൾ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി എനിക്ക് ആഗ്രഹമുണ്ട് അഭിഷേകം പ്രാപിക്കണം. ഈ വർഷം 2023 തുടക്കം തൊട്ടുള്ള പറയുന്നത്, ചേച്ചി എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്ക് ചേച്ചി എപ്പോഴും ഇത് പറഞ്ഞ് നമുക്ക് കൊതി വരും, എനിക്ക് അഭിഷേകം പ്രാപിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് ഈ ഡിസംബർ 4 തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊന്ന് വീട്ടിൽ വന്ന് നിന്നോട്ടെ, ചേച്ചിയുടെ കൂടെ വന്ന് നിന്നോട്ടെ. ഞാൻ പറഞ്ഞു അതിനെന്താവാ. ഇപ്പൊ ഡിസംബർ 5 തീയതി ഈ മോള്, ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഈ കുഞ്ഞിനെ പിക്ക് ചെയ്തു, അവളെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു, ഞങ്ങളെ വീട്ടിലിരുന്നു. 5 തീയതി വൈകുന്നേരം വന്നത്. ഞങ്ങളെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി പ്രാർത്ഥിച്ചു, കിട്ടിയൊന്നുമില്ല. അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷമൊക്കെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, കർത്താവിന്റെ സമയം വരും. പക്ഷെ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ 1 മാസമായിട്ട്, നവംബർ മാസം 1 തൊട്ട് 31 വരെയുള്ള ദിവസങ്ങൾ ഞാൻ ഇവൾക്ക് എടുക്കുന്ന ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് പ്രിപ്പയർ ദ വേ, കർത്താവിന് വേണ്ടി വഴിയൊരുക്കുക. അപ്പൊ വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇച്ചിരി പണിയുണ്ട്. എന്തുവാ, പുല്ലും പടലും ഒക്കെ ക്ലീൻ ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഈ 1 മാസമായിട്ട് ക്ലീനിങ് പ്രോസസ്സിലായിരുന്നു. ജീവിതത്തിലെ പാപങ്ങളൊക്കെ ഏറ്റുകളയുക, മറഞ്ഞിരിക്കുന്ന പാപങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഓരോ പ്രാവശ്യം ബൈബിൾ സ്റ്റഡിക്ക് മുമ്പ് ഓരോ പാപങ്ങൾ വെളിപ്പെടുത്തും. അപ്പൊ ആ കൊച്ചത് നിരപ്പ് പ്രാപിക്കും, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ചെയ്യേണ്ടതെല്ലാം അവൾ ക്ലിയർ ചെയ്ത് അവളിങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പൊ ഈ 5 തീയതി വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇവള് പ്രിപ്പയർഡായി, ഇവൾ എന്തും ചെയ്യാൻ തയ്യാറ്. കർത്താവ് എന്ത് പറഞ്ഞാൽ അവള് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പയോട് അമ്മയോട് ക്ഷമ പറയണം, പിള്ളേരല്ലേ, ടീനേജ് പിള്ളേരല്ലേ, ഇന്ന് തർക്കുത്തരങ്ങളൊക്കെ പറയുന്ന സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി. അപ്പൊ കൊച്ചപ്പൊ തന്നെ വിളിച്ചു, അമ്മേ ഞാൻ ഇന്നലെ പറഞ്ഞത് അന്ന് പറഞ്ഞൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഈ കുഞ്ഞിതെല്ലാം ചെയ്യുന്നു. അപ്പൊ എനിക്കറിയാം കർത്താവ് ഇത് കണ്ടോണ്ടിരിക്കുന്നു. അവളുടെ ആ മനസ്സ് തുറന്ന പാത്രമായി ക്ലീൻ ചെയ്ത് അവളിരിക്കുക. അപ്പൊ 5 തീയതി കിട്ടിയില്ല. 6 തീയതി രാവിലെ വിളിയിരുന്നു. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. ജോലി കഴിഞ്ഞ് വൈകുന്നേരം 5:30 എന്റെ ഹസ്ബൻഡ് തിരിച്ചു വരുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയേക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും 10 മണിയായപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി കയറി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം ഇങ്ങനെ, ഞാൻ എന്നോട് ദൈവാത്മ സംസാരിക്കുന്ന വചനങ്ങളൊക്കെ മോളോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സമയങ്ങൾ പോയി. വൈകുന്നേരം 4-4:30 ആയപ്പോഴത്തേന് വചനമൊക്കെ കേട്ട് ഞങ്ങളൊന്ന് ഉപവാസത്തില്ല, ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ കൊച്ചിനോട് വചനം പറഞ്ഞു. എനിക്കറിയാം അവളത് ഇങ്ങനെ ഏറ്റെടുക്കുന്നത്, എനിക്കറിയാം അവളുടെ ശരീരത്തെ അവളെ വിട്ടുകൊടുക്കുന്നത് അറിയാം. അവൾ പറഞ്ഞു, കർത്താവേ എന്റെ ജീവിതത്തിൽ എനിക്കിതൊന്നും വേണ്ട. അവൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു, ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അവൾ കരയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, കർത്താവേ എനിക്ക് അഭിഷേകം വേണം. ഇവൾ ഈ അഭിഷേകത്താൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് 4-4:15 ആ ഒരു ടൈം ആയപ്പോൾ ഇവളുടെ മേൽ ഒരു അത്യന്ത ശക്തി വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അവൾ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടാനിടയായി തീർന്നു. ഞങ്ങൾ രണ്ടുപേരും മുറിക്കാത്തുള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ എഴുന്നേറ്റ് ഓടി നടന്ന് ആരാധിക്കുന്നത് കണ്ടു. അഭിഷേകം പ്രാപിക്കുക, അന്യഭാഷ പറഞ്ഞുകൊണ്ട് കൊടുക്കുക. എനിക്കും വളരെ സന്തോഷം. ഞാനും എന്റെ വീടിനകത്തൂടെ ഓടി നടന്ന് അല്ലെങ്കിൽ ഇങ്ങനെ അഭിഷേകത്താൽ നിറയുവാനിടയായി തീർന്നു. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 5:30 ആയപ്പോൾ എന്റെ ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് 5:30 ആയപ്പോൾ കടന്നു വന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളെ പിക്ക് ചെയ്യാൻ പോകണം ഡേ കെയർ. ഞാൻ നേരെ പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഡേ കെയറിൽ പോയി. കുഞ്ഞുങ്ങളെ രണ്ടുപേരും പിക്ക് ചെയ്ത് ഹല്ലേലൂയ ഭവനത്തിൽ കിടന്നു വന്നു. അപ്പൊ 7 മണി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നാളെ എനിക്ക് രാവിലെ ജോലിക്ക് പോകണം, അതുകൊണ്ട് നമുക്ക് നേരത്തെ പ്രാർത്ഥിച്ചിട്ട് നേരത്തെ കിടക്കാം. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നേരത്തെ പ്രാർത്ഥിച്ചിട്ട് കിടക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 9 മണിയായപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പ്രെയർ റൂമിൽ കയറി, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ കുടുംബ പ്രാർത്ഥന ചെയ്ത് എന്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ മോളോട് പറഞ്ഞു, അഭിഷേകം കിട്ടിയിരിക്കുന്നത്. അഭിഷേകം കിട്ടിയവർക്കറിയാം ആ ദിവസങ്ങളെ സന്തോഷം എന്താണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു ഉത്സാഹമൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ മോളോട് ഇന്ന് മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾ വളരെ സന്തോഷത്തോടെ അവൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ മമ്മി ആ ദിവസങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ശാരീരികമായി പല അസ്വസ്ഥകളും ഭാരപ്പെടുന്നുണ്ട്. ആ എന്റെ ഹസ്ബൻഡിന്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ ഫാമിലിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്ന് അല്പം നേരം കഴിഞ്ഞപ്പോ ഈ കൊച്ച് എന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ തുടങ്ങി. പെട്ടെന്ന് അവളിങ്ങനെ, അതുവരെ മലയാളത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, മലയാളത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം ഇങ്ങനെ വന്നു. പെട്ടെന്ന് അവള് എന്റെ ഹസ്ബൻഡിനെ നോക്കിയിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇംഗ്ലീഷിലാക്കി. എന്റെ ഹസ്ബൻഡ് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷിലേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ. പെട്ടെന്ന് ഈ കുഞ്ഞ് എന്റെ ഹസ്ബൻഡിന്റെ മുഖത്തോട് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ പേര് പീറ്റേഴ്സ് എന്നാണ്, ഞങ്ങൾ എല്ലാവരും പീറ്റർ എന്ന് വിളിക്കും. പീറ്റർ ചാച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് എന്തോ എനിക്കറിയാം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിങ്ങനെ തികട്ടി വരുവാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറയാൻ എന്താ മോള് പറയാം. എനിക്കപ്പോ മനസ്സിലായി ഇത് ആത്മാവ് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോളെ എന്തുവാ? പെട്ടെന്ന് ഈ കൊച്ചു പറഞ്ഞു, ചേച്ചി എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, പീറ്റർ ചാച്ചന്റെ മേൽ ദൈവം ഒരു അത്യന്ത അഭിഷേകത്തെ അയക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ ഈ അഭിഷേകം സാധാരണ ഒരു അഭിഷേകമല്ല. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത, അച്ചാച്ചനെ 100 പേരുടെ നടുവിൽ കർത്താവ് നിർത്താൻ ആഗ്രഹിക്കും. പക്ഷെ അച്ചാച്ചൻ വിട്ടുകളയേണ്ട ചിലതിനെ വിട്ടുകളയണം. ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ എന്തോ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക. എനിക്കറിയാതെ എന്തുവാ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ, സുശീല വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള ഒരു അങ്ങോട്ട് വിട്ടുകൊടുക്കണ്ട. ജോലി വിടണം, നമ്മളിലെ ഞാനെന്നെ വിടണം. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇതെന്തോ പിടിച്ചോണ്ട് നിൽക്കുക. അത് വിട്ട് കളഞ്ഞാൽ അച്ഛനെ ദൈവം ഉപയോഗിക്കും. ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുവാന്ന് പുറകിലോട്ട്.
ഇത് കേട്ടു എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ ഇനി പ്രാർത്ഥിക്കാം. അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, പ്രേയർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹല്ലേലൂയ അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ്. എനിക്ക് എന്റെ ഹസ്ബൻഡ് നടന്നു വരുന്നത് കാണാം പ്രേയർ റൂമിൽ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അച്ഛന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ അച്ഛൻ ഇങ്ങനെ നിലത്തോട്ട് എറിയുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഓർത്ത് പുതിയ ഫോൺ, എന്തിനാ ഫോൺ ഇങ്ങനെ വലിച്ചെറിയുന്നെന്നുള്ള ചിന്ത വന്നു. എന്നാൽ വലിച്ചെറിഞ്ഞു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇത് എന്തുവാ ഈ സംഭവിക്കുന്നെന്നോർത്ത് ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് ഫോൺ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയി, ഒരു വശത്തേക്ക് കൈ തളർന്നുപോയി, ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോവാ. നിങ്ങൾ ഭാര്യമാരായവർക്ക് മനസ്സിലാവും, പെട്ടെന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുന്നത് കണ്ടാൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ആദി, അത് ഞാനും മനുഷ്യയായതുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ആദി. ഞാൻ ചോദിച്ചു അച്ഛാ ഓക്കെ ആണോ? അച്ഛൻ പറഞ്ഞു എന്നെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, എന്തോ സംഭവിക്കുന്നുണ്ട്. എന്തുവാ സംഭവിക്കുന്നത്? അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ സംസാരിക്കുന്നത് എനിക്ക് ക്ലിയർ അല്ല ദൈവമക്കളെ, സംസാരം കുഴയുക. ഞാൻ നോക്കിയപ്പോ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് ഹല്ലേലൂയ ഡൈനിങ് ടേബിളിന്റെ ചെയറെ കൊണ്ടിരുത്തി. എനിക്ക് പിടിച്ചിട്ട് പറ്റുന്നില്ല, ചെരിഞ്ഞു പോവാ. ചെയറ ഇരിക്കുമ്പോഴും ചെരിഞ്ഞു പോകുകയാണ്. ഞാൻ ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ചു. നമുക്ക് പെട്ടെന്ന് അറിയാം, ഈ മോളും പെട്ടെന്ന് വെപ്രാളപ്പെട്ടു പോയി. ഈ മോള് പെട്ടെന്ന് പറഞ്ഞു ചേച്ചി ഞാൻ 911 വിളിക്കട്ടെ. ഇവിടെ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്ന നമ്പറാണ് 911. അപ്പം 911 എന്നുള്ള ഇത് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ വിളിക്ക്. പക്ഷെ സംഭവിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, ഈ കുഞ്ഞ് ഫോൺ എടുത്ത് 911 എന്ന് ഡയൽ ചെയ്യുമ്പോൾ അവളുടെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. പെട്ടെന്ന് ആ മോളോട് ഞാൻ പറഞ്ഞു ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കറിയാം, ഞാനൊരു നേഴ്സ് ആയിരുന്നു പണ്ട്. അപ്പോൾ 8 to 9 മിനിറ്റ്സിനുള്ളിൽ ഒരു സ്ട്രോക്ക് പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ ക്ലോട്ട് ബ്രെയിനിന്റെ ആർട്ടറീസിനകത്ത് വന്നത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സിവിയർ ഹെമറേജ് ഉണ്ടാകും, ശരീരം തളർന്നു പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, മാനസികമായി എനിക്കറിയാം ഇത് സ്ട്രോക്ക് ആണ്. ഞാൻ പറഞ്ഞ അച്ഛനോട് അച്ഛൻ സ്ട്രോക്ക്. എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സ്ട്രോക്ക് ആണ്. അതുകൊണ്ട് കയ്യിലൊക്കെ നോക്കുന്നുണ്ട്, കോർഡിനേഷനും ഇതൊക്കെ പുള്ളി തന്നെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ എന്റെ ഫോൺ എടുത്ത് വിളിക്കും. എന്റെ ഫോൺ കയ്യിലെടുത്തു. ഞാൻ തന്നെ ഡയൽ ചെയ്യാൻ നോക്കുമ്പോൾ നോ നെറ്റ്വർക്ക്. എന്റെ ഫോൺ, മോടെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല, എന്റെ ഫോണിൽ നെറ്റ്വർക്ക്. പെട്ടെന്ന് ഞാൻ എന്റെ മമ്മിയെ വിളിക്കാൻ നോക്കി. വാട്സപ്പിലോട്ട് ഒറ്റ കോള് കണക്ട് ആവുന്നില്ല. ഡയൽ ചെയ്യും കട്ടാവും. അപ്പൊ എനിക്കറിയാം നോ നെറ്റ്വർക്ക്. ഇപ്പൊ ഓർക്കണ 2 ഫോണായി. പെട്ടെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ എടുത്തു. 911 ഡയൽ ചെയ്യാൻ പോകുന്നില്ല. അത് എടുത്തപ്പോഴേ അവിടെ എഴുതി വെച്ചേക്കോ നോ നെറ്റ്വർക്ക് കണക്ഷൻ. ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. കർത്താവെ, 3 ഡിഫറെന്റ് സിം ഉള്ള ഫോൺ, ഒരു ഫോണിന്റെ നെറ്റ്വർക്ക് ഇല്ല. അതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. ഞങ്ങളുടെ വീട്ടിൽ വൈഫൈയും ഉണ്ട്, വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ സംഭവിച്ചത് ദൈവമക്കളെ, പെട്ടെന്ന് എനിക്ക് ആ ടെൻഷൻ കൂടി ഞാൻ എനിക്ക് ഇന്ന് ഓർമ്മ ഹസ്ബൻഡ് ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കും. എന്റെ മൂത്ത കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുക, പപ്പായ്ക്ക് എന്താ സംഭവിക്കുന്ന അറിയാതെ. എനിക്ക് എന്നാ ഇവിടത്തെ നമ്മുടെ നാട്ടിലെ പോലല്ല, നമുക്ക് ഓടിച്ച് അയലക്കംകാരെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഈ മോളെ വിട്ടാല് 10:30 എല്ലാവരും ഇവിടെ 9 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങും. ആരെങ്കിലും കോളിംഗ് ബെൽ അടിച്ച് ഡോറെ കൂടെ നോക്കും. അറിയാവുന്നവരാണെങ്കിൽ മാത്രമേ ഇവിടെ ഡോറ് തുറക്കത്തുള്ളൂ. എനിക്ക് ഇവിടുന്ന് ആരെയും ഇപ്പൊ അടുത്തുള്ള അയലക്കംകാരുടെ അടുക്കിലേക്ക് വിടാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് ടെൻഷനായി, എനിക്ക് സങ്കടം വന്നു. ഞാനോട് കർത്താവേ, ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെയാണ് ദൈവമക്കളെ ഞാൻ കരഞ്ഞത്. കർത്താവേ, ഈ അർദ്ധരാത്രി ഞാൻ ആരെ വിളിക്കും? ഇംഗ്ലീഷിൽ ഞാൻ കർത്താവെ whom shall I call? ഞാൻ ആരെ വിളിക്കും? ആരെനിക്ക് വേണ്ടി വരും? ആംബുലൻസിൽ പോലും ഹോസ്പിറ്റലിൽ പോലും കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ എനിക്ക്. ഞാൻ ആരെ ഇനി ഫോണിൽ വിളിക്കേണ്ടത്? ഫോൺ കിട്ടുന്നില്ല കർത്താവെ, വിളിച്ചിട്ട് കിട്ടുന്നില്ല കർത്താവെ. ഞാൻ ഇങ്ങനെ ഉറക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ദൈവശബ്ദം എന്റെ കാതി കേട്ട ദൈവശബ്ദം ഇങ്ങനെയാണ് കേട്ടത്: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമായിരുന്നു. യെരമ്യാവ് 33:3. പെട്ടെന്ന് ഞാൻ ഓർത്ത് എന്തുവാ, പിന്നെ ദൈവാത്മാവിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ യു. ജെറമിയ 33:3. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി 911 അല്ല 333. കർത്താവ് അവിടെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. നമ്മളിലൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് മനുഷ്യരെ. ഒന്നെങ്കിൽ ആംബുലൻസ്, അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ അപ്പൻ അമ്മ. ഇതൊക്കെയാണ്. കർത്താവ് വന്ന് എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു: നീ അവരെ ആരെയും വിളിക്കണ്ട, നീ എന്നെ വിളിക്കും. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള കോളിങ്ങാ. കാരണം എന്റെ ഹസ്ബൻഡിനോട് വെറും 3-4 മിനിറ്റ് മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു നിയോഗമുണ്ട്: നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വെറും ഒരു കഷ്ടതയല്ല, കർത്താവിന്റെ വേക്കപ്പ് കോളിങ്ങാ. കർത്താവ് തട്ടി ഉണർത്തുന്ന ഒരു കോളിങ്ങാ. ഇത് വെറും ഒരു കഷ്ടതയല്ലെന്ന് മനസ്സിലായപ്പോൾ, ഇത് ദൈവത്താൽ സംഭവിച്ചെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വളരെയധികം ശക്തി ഏറ്റെടുത്തു. അപ്പോൾ ഞാൻ ഈ മോളോട് പറഞ്ഞു: മോളെ ബാ, നമുക്ക് ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഞങ്ങൾ 2 പേരും, ആ മോൾ അഭിഷേകം പ്രാപിച്ചതേ ഉള്ളൂ, ഞങ്ങൾ 2 പേരും അല്പസമയം കരം കോർത്ത് പിടിച്ച് ഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അന്യഭാഷയിൽ അല്പസമയം പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു. മലയാളത്തിൽ ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേറെ ഒരു ലാംഗ്വേജും വരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴുള്ള അന്യഭാഷയാണ് വരുന്നത്. ഞാൻ അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറഞ്ഞു. ഞാൻ ഒരു കൈ കൊണ്ട് അച്ഛനെ താങ്ങി പിടിച്ചോണ്ടായിരിക്കുന്നത്. ആമേൻ പറഞ്ഞ് ഞാനും ഈ മോള് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് അതുവരെ ചെയ്തിരുന്ന എന്റെ ഹസ്ബൻഡ് നേരെ ഇരിക്കുന്നു. ഡ്രൂപ്പ് ചെയ്തിരുന്ന ഫേസ് നേരെയായി. ഹല്ലേലൂയ. തുപ്പൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നത് അത് നിന്നു. ഹല്ലേലൂയ. അതുവരെ സംസാരിച്ചാൽ മനസ്സിലാകാത്ത ആളുടെ സംസാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ഞങ്ങളെ തെളിവോടെ ഒരു കാര്യം കാണിക്കുക. നീ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ശത്രു നിനക്കെതിരെ എഴുന്നേൽപ്പിക്കുന്ന ചില ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിയുന്ന സമയമാ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ അന്യഭാഷയെ സംസാരിക്കുമ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ള സംസാരമാ. എന്നാൽ പിശാച് നീ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാക്കും, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാക്കും, തമിഴിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാക്കും. എന്നാൽ നീ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല നീ എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്ന്. നീ എന്ത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത് നീ അല്ലെങ്കിൽ ഉള്ളിൽ വെക്കണം. അല്ലെങ്കിൽ ഞാനപ്പോ പ്രാർത്ഥിച്ചത് എന്റെ ഭർത്താവിന്റെ വിടുതല, അത് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ശത്രുവിന്റെ ബന്ധനങ്ങൾ അത് രാത്രികാലം അഴിയുവാനിടയായി തീർന്നു. ദൈവമക്കൾ അത് അഴിഞ്ഞത് എങ്ങനെ എനിക്ക് മനസ്സിലായി എന്നറിയാമോ? അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് എഴുന്നേറ്റു, തന്നെ നടക്കാൻ തുടങ്ങി. തന്നെ നടന്ന് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ പോയി. ഹല്ലേലൂയ. അവിടെ പോയിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അറിയാം പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കേണ്ട മെഡിസിൻ ആസ്പിരിനാ. ഹസ്ബൻഡ് പറഞ്ഞു എന്റെ ആസ്പിരിൻ ഉണ്ട്, ഞാൻ പെട്ടെന്ന് പോയി കഴിക്കട്ടെ. ദൈവമക്കളെ അവിടെയും ദൈവം അത്ഭുതം ചെയ്തു. ചെന്ന മെഡിസിൻ എല്ലാ ബോക്സ് നോക്കിയപ്പോ അതിനകത്ത് ആസ്പിരിൻ ഇല്ല. ബാക്കി എല്ലാ മെഡിസിനും ഉണ്ട്, ആസ്പിരിൻ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇത് എന്തുവാ കർത്താവ് പഠിപ്പിക്കുന്നത്. കോള് പോകുന്നില്ല, മെഡിസിൻ ഇല്ല, കർത്താവിന് നേരിട്ട് ഇറങ്ങി വന്ന് വിടിരിക്കണം. ഹല്ലേലൂയ. എന്റെ ഭർത്താവ് എപ്പോഴും പറയും നിനക്ക് ഒത്തിരി ടെസ്റ്റ് മണി ഉണ്ട്, എനിക്ക് ഒരു ടെസ്റ്റ് മണി ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെരി ഗുഡ്, പ്രാർത്ഥിച്ചു, ദൈവം തന്നു നല്ല ടെസ്റ്റ് മണി, ഇന്ന് ജീവിക്കുന്ന ഒരു സാക്ഷിയാ. ഹല്ലേലൂയ. അങ്ങനെ ദൈവാത്മാവ് വലിയൊരു ഗൈഡൻസ് കൊടുത്തു. എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ബെഡ്റൂമിൽ വന്നിരുന്നിട്ട് പറഞ്ഞു മെഡിസിനും ഇല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു അച്ഛൻ അപ്പ എന്നോട് പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ മതി, ഹോസ്പിറ്റൽ 911 വിളിക്കണ്ട. എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് പറഞ്ഞു 911 വിളിക്കണ്ട, പക്ഷേ ഹല്ലേലൂയ നമ്മുടെ ചർച്ചിലുള്ള ആരെങ്കിലും വിളിക്കാം. ഞാൻ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ഹല്ലേലൂയ ഫോൺ വർക്ക് ചെയ്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാൽ ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് ഇവർ വരുന്ന സമയം കൊണ്ട് ഞാനും എന്റെ ഹസ്ബൻഡ് കട്ടിലെടുത്തിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് കൈ ഉയർത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, പിശാചേ നിന്റെ ഒരായുധവും എന്റെ അടുക്ക ഫലിക്കത്തില്ല, ഞാൻ കർത്താവിന്റെ പൈതല. There is victory in the blood of Jesus. യേശുവിന്റെ രക്തത്താൽ ഞാൻ ഈ വിഷയത്തിന്മേൽ ജയമെടുക്കുന്നെന്ന് 3-4 വട്ടം ഉയർത്തി പറഞ്ഞു. ദൈവമക്കളെ പൂർണ്ണ വിടുതല് അപ്പോൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. അത് മാത്രമല്ല ദൈവമക്കളെ ഹല്ലേലൂയ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് എന്റെ ഹസ്ബൻഡ് നടന്നാണ് ER പോകുന്നത്. നടന്നു എന്നും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു, പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഹല്ലേലൂയ അദ്ദേഹത്തിന് അറിയാം സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്. അവിടെ ചെന്ന് നഴ്സസിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു സ്ട്രോക്ക് ആയിരുന്നെന്ന്. ഹല്ലേലൂയ. പക്ഷെ അത് അവർ നോക്കുമ്പോൾ സ്ട്രോക്കിന്റെ ഒരു സിംറ്റംസും ഇല്ല. സാധാരണ സ്ട്രോക്ക് ഉള്ള പേഷ്യൻസ് വന്നെങ്കിൽ ഒന്നെങ്കിൽ ഒരു സൈഡ് തളരും, അല്ലെങ്കിൽ അവരുടെ സംസാരം ഇതായി വരും, അല്ലെങ്കിൽ മുഖം ഒരു സൈഡിലോട്ട് കൂടും. ഇതൊന്നും അദ്ദേഹത്തില്ല. പക്ഷെ ചെറിയ ഒരു നമ്മൾ പറഞ്ഞാൽ ക്ലിയർ അല്ല, ചില സ്പീച്ച്, ചില വാക്കുകൾ ക്ലിയർ അല്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം കേൾക്കുന്നവർക്ക് പുള്ളി സാധാരണ സംസാരിക്കുന്ന പോലെ ഉള്ളൂ. ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ ചെന്നു, CT സ്കാൻ എടുത്തു, നോർമൽ. ഹല്ലേലൂയ. എക്കോ ചെയ്തു, നോർമൽ. ECG എടുത്തു, നോർമൽ. എല്ലാം നോർമൽ എന്നാ വരുന്നത്. ഹല്ലേലൂയ. ഒരു രാത്രി 11:30 ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒരു ദിവസം ഞങ്ങൾ അവിടെ കിടക്കേണ്ടി വന്നു. അവർക്ക് ബാക്കി ടെസ്റ്റുകൾ റൺ ചെയ്യണം. അങ്ങനെ അല്പസമയം കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ MRI എടുക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുവരെ ഞാൻ ഓർത്തു കർത്താവിന്റെ വിടുതല, കർത്താവ് വിടുവിച്ചു. പക്ഷെ ദൈവമക്കളെ ഞാൻ ആൾക്കാരോട് വിളിച്ചു പറയാം എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞ ആൾക്കാർ ഇനി എന്നെ കളിയാക്കും. നീ ഇപ്പൊ നഴ്സിംഗ് വിട്ടിട്ട് ഒത്തിരി നാളായി, നിനക്ക് വേറെ പിച്ചും പെയ്യും തോന്നിയതായിരിക്കും, നിനക്ക് ചിലപ്പം നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും എന്ന് പറയും. എന്നാൽ എന്റെ ഹസ്ബൻഡിനും അറിയാം സ്ട്രോക്കാന്ന്, എനിക്കും അറിയാം സ്ട്രോക്കാന്ന്. എന്നാൽ ദൈവം ചെയ്തത് എന്താണെന്നറിയോ? പിറ്റേ ദിവസം MRI സ്കാൻ എടുത്ത് ഡോക്ടർ വന്ന് ഞങ്ങളുടെ മുറി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI-യിൽ ഹല്ലേലൂയ ഒരു ഇത് കാണിക്കുന്നുണ്ട്, നിന്റെ റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിനിൽ ഒരു മൈനർ സ്ട്രോക്കാ വന്നത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഹല്ലേലൂയ ഞാൻ ഒരുപാട് സ്ട്രോക്ക് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. മൈനർ സ്ട്രോക്ക്, ചെറിയൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ കൈകളോ കാലുകളോ അല്ലെങ്കിൽ മുഖമോ കോടിപ്പോകും, തളർന്നു പോകുന്ന അവസ്ഥകൾ. ചിലർക്ക് സ്ട്രോക്ക് വരും, അവർ അറിയത്തുപോലുമില്ല. പക്ഷെ പതുക്കെ അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് പ്രയാസങ്ങൾ വരും. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് നിന്റെ കാര്യത്തിൽ അത്ഭുതമാണ്. കാരണം നിനക്ക് ഷുഗർ ഇല്ല, നിന്റെ ഷുഗർ നോർമലാ, നിനക്ക് പ്രഷർ ഇല്ല, നിനക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത നിനക്ക് എന്തുകൊണ്ട് സ്ട്രോക്ക് വന്നു? അടുത്ത ചോദ്യം, സ്ട്രോക്ക് വന്ന ഒരു ക്ലോട്ട് ഉണ്ടല്ലോ തലയിൽ, അത് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വന്നു, പക്ഷെ അത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ഇവിടുത്തെ ഡോക്ടേഴ്സ് അല്ല, അവർ പറഞ്ഞ യു ആർ ലക്കി. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇത് ലക്കൊന്നും അല്ല, ഇത് കർത്താവിന്റെ കരമാ. ഹല്ലേലൂയ. ദൈവമക്കളെ അന്ന് അല്ലെങ്കിൽ വൈകുന്നേരം ആയപ്പോ തന്നെ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഒന്ന് ഓർത്ത്, ഒരു രാത്രി മാത്രം സ്ട്രോക്ക് വന്ന ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞാൻ ഇന്ന് വരെ കാണുന്ന ഒരു കാര്യം, എന്റെ ഹസ്ബൻഡ് പോകുന്നിടത്തൊക്കെയും തന്റെ സാക്ഷ്യം ധൈര്യത്തോടെ പറയുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരായി വചനം പറയുവാനിടയായി തീരും. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും മടക്കട്ടെ. പീഡിതന്മാരെ വിടുവിച്ചയക്കുക,
അതുപോലെ തന്നെ 7ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ പീഡിതന്മാരെ ഹല്ലേലൂയ വിടുവിച്ചയക്കുക. പീഡിതന്മാരെ വിടുവിച്ചയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പീഡിപ്പിക്കപ്പെട്ടുന്ന ഒരു കൂട്ടരുണ്ട് നമ്മുടെ ഇടയിൽ. വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവര്, അല്ലെങ്കിൽ പ്രവൃത്തിയാൽ പീഡിപ്പിക്കപ്പെട്ടവര് അനേകരുണ്ട്. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ട് എന്റെ അടുക്കൽ. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ, അവർ സ്കൂളുകളിൽ ഹല്ലേലൂയ അവരെ റാഗ് ചെയ്യുന്നു. ഹല്ലേലൂയ അനേകർ അവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു. ഹല്ലേലൂയ അവർ മാതാപിതാക്കൾ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അവർ പീഡിപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനറേഷന് നടുവിലെ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ മേൽ ദൈവം പകർന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണോ? എങ്ങനെ ഉപയോഗിക്കണം? ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതൊരു അത്യന്ത ശക്തി നിങ്ങളിൽ നിന്ന് വ്യാപരിക്കും. നിങ്ങൾ ഓർക്കും, ഞാൻ ആരാ, എനിക്ക് വലിയ കൃപയൊന്നുമില്ല, എനിക്ക് പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ. പലരും ഈ പ്രാർത്ഥിക്കാനേ അറിയുള്ളൂ എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ അവൻ ആ പ്രാർത്ഥനയെ വിശ്വസിച്ചല്ല പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വലിയ നിങ്ങളെ പോലെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് നിങ്ങളെ പോലെ സ്റ്റേജിലൊന്നും നിൽക്കാൻ അറിയത്തില്ല, എനിക്ക് ദൈവം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ചോദിക്കും, നിങ്ങളാണ് ഏറ്റവും പവർഫുൾ ആൾക്കാർ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കൃപ തന്നിട്ടുണ്ടോ? യു ആർ ദ പവർഫുൾ ചിൽഡ്രൻ ഓഫ് ഗാഡ്. പ്രസംഗിക്കുന്നവരെക്കാളും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് വേണ്ടി. കാരണം അവന് വെട്ടുകിട്ടിക്കൊണ്ടിരിക്കുക. അവൻ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ തകർന്നുകൊണ്ടിരിക്കുക. ആകയാൽ ദൈവമക്കളെ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. അടുത്തത്, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. എന്തോ കർത്താവിന്റെ പ്രസാദ വർഷം? കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുക. സമയങ്ങൾ ഇനി നമ്മുടെ മുമ്പിൽ ഇല്ല ദൈവമക്കളെ. ആകയാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ എത്രയും വേഗം ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ തുടങ്ങണം. എന്തോ പ്രസംഗിക്കുക? അപ്പൊ നിങ്ങൾ പറയും, നാളെ തൊട്ട് ഞാൻ ഹല്ലേലൂയ സൂം പ്ലാറ്റ്ഫോമിലാണോ, അതോ ഞാൻ ഹല്ലേലൂയ സ്റ്റേജുകളിൽ പോണോ? ദൈവമക്കളെ, ഞാൻ എന്റെ ജീവിതത്തിലെ കാര്യം പറയാ. ഞാൻ ഒരു വ്യക്തിയോടെങ്കിലും ഒരു ദിവസം കർത്താവിനെ കുറിച്ച് പറയും. ഞാനത് പ്രസംഗമായിട്ടാണ് കാണുന്നത്, അല്ലാതെ ക്രൗഡ് അല്ല പ്രസംഗം എന്ന് പറയുന്നത്. നമ്മൾ വചനം പറയുന്നത് തന്നെ, ഇപ്പൊ പൗലോസും ശീലാസും ഒക്കെ പ്രസംഗിച്ചു നോക്കുമ്പോൾ അവരെന്തോ പറയുന്നത്? അവർ സുവിശേഷം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്ത് അതാണ് അവർ പറയുന്നത്, അതാണ് പ്രസംഗം. നിങ്ങൾ അത് പറഞ്ഞാൽ മതി. ഒരു വ്യക്തിയെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ ഇങ്ങനെ നോക്കണം, ആരെങ്കിലും കർത്താവിനെ അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരുണ്ടോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്റെ ജീവിതത്തിൽ ഇന്നത് കർത്താവ് ചെയ്തു, എന്റെ ടെസ്റ്റിമണി ഇതാ, അങ്ങനെ എന്ന് പറഞ്ഞു നോക്കി. പതുക്കെ പതുക്കെ അവർ വചനം കേൾക്കാൻ ഇരുന്ന് തരും. ഹല്ലേലൂയ. അതിനുശേഷം പറയുന്നു, രോഗികളെ സൗഖ്യമാക്കുക. അവസാനം പറയുന്നു, മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനും പിശാചിനോട് എതിർത്ത് നിൽക്കുവാനും നമുക്ക് ഈ ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. നിങ്ങളിൽ എത്ര പേര് അത് ഉപയോഗിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവർ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നമുക്ക് വചനത്തിൽ കണ്ടാലോ? യേശുവിന്റെ കാര്യം നോക്കിക്കേ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് പറയുന്ന പല വാക്കുകളുണ്ട്. ഒന്ന്, അത് നദിയാന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സ്നാനപ്പെടുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ പറയുന്നു ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുക. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ധരിക്കുക. അപ്പോൾ ഇതൊരു ക്ലോത്ത് ആണ്, ഇതൊരു വസ്ത്രമാണ്. ഞാനിപ്പോൾ ഈ ഷോൾ ധരിക്കുന്നത് പോലെ. ഇപ്പൊ എന്നെ ഒരാൾ തൊട്ടാൽ എവിടെയാ തൊടുന്നത്? എന്റെ ഷോളല്ല തൊടുന്നത്. അപ്പോൾ എന്നെ തൊടാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ ധരിക്കണം. തൊട്ടാൽ സംഭവിക്കുന്ന കാര്യം, അതിന് ഏറ്റവും നല്ല ഉദാഹരണം യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താ? രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ തൊട്ടു. അവിടെ എഴുതിയിരിക്കുന്നു, അവനെ ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ നന്മ ചെയ്തു. എന്തുവാ? അത് ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? യേശുവിനെ ആവശ്യബോധത്തോടെ തൊട്ടപ്പോൾ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ സഹോദരിമാരൊക്കെ ആയിട്ട് ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി, എനിക്കത് ഇപ്പോഴും ഓർമ്മയാണ്, എന്റെ ഒരു സ്റ്റുഡന്റാ. അവളിപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ദേവദാസന്റെ ഭാര്യയായിരിക്കുന്നു, ഒരു സഭയുടെ ശുശ്രൂഷകയായിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഹോസ്റ്റലിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ റൂമിൽ ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ചുപേര് ഒരുമിച്ചിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാനിങ്ങനെ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞിന്റെ കരമാണ് എനിക്ക് കിട്ടിയത്. ഞാനിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇവളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഇവള് തെറിച്ചു പോകുന്നത് കണ്ടു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായില്ല. ഞാൻ ഓർത്ത് ഇവിടെ കൈ പെട്ടെന്ന് വലിച്ചതാ, ഇങ്ങനെ വലിക്കുന്നതാണ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മനസ്സിലായില്ല ഇത് എന്തുവാന്ന്. പക്ഷെ അന്ന് എനിക്കറിയാം, ഞാൻ ഭയങ്കര ആത്മാവിന്റെ ശക്തിയിൽ ആരാധിക്കുന്നത്. നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഈ ആത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് വരുന്നു. ഒരു ജഗ് നിറഞ്ഞിട്ട് അത് ഓവർഫ്ലോ ചെയ്യുന്നത് പോലെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓവർഫ്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് ഈ കൊച്ചു കൈ വലിച്ചെടുത്തു. അപ്പൊ പെട്ടെന്ന് എന്നോട് അല്പസമയം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കൈക്കും നടുവിനും ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഈ കൈ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഒരു അസാധാരണമായ ഒരു ഇലക്ട്രിക് ഷോക്ക് എന്റെ കയ്യിലേക്ക് വ്യാപരിച്ചു. പെട്ടെന്ന് എന്റെ കൈയുടെ ഷോൾഡറിന്റെ വേദനയും നടുവേദനയും മാറുവാനിടയായിത്തീർന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് എനിക്കത് മനസ്സിലായി. ഇപ്പൊ എനിക്ക് അതിന്റെ പൂർണ്ണ വിവരം മനസ്സിലായി. എന്തുവാ? നമ്മൾ ആത്മാവിനെ ധരിച്ചാൽ, നമ്മളിലേക്ക് ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി ധരിച്ചാൽ ഹല്ലേലൂയ നമ്മളെ തൊടുന്നവർ പോലും ഹീലിംഗ് പ്രാപിക്കും. അതിന്റെ തെളിവ് ഞാൻ വചനത്തിൽ നിന്ന് പറയാം. ഹല്ലേലൂയ. പൗലോസിന്റെ ഒരു വചനമുണ്ട് ബൈബിളിൽ. ഞാൻ അതിനൊന്ന് പറയാം, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പൗലോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്.
പൗലോസിന്റെ വസ്ത്രം, പൗലോസിന്റെ മേൽ അപ്പോസ്തല പ്രവൃത്തി 19 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 19 11 12 വാക്യം, അവിടെ ഇങ്ങനെ എഴുതിക്കണേ, അവന്റെ മെയ്മേൽ നിന്ന് റൂമാലി ഉത്തിരിവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുന്നു. അപ്പോൾ പൗലോസിന്റെ ദേഹത്ത് തൊട്ട റൂമാൽ, കർച്ചീഫ്സ് കൊണ്ട് വേറൊരാളെ വെച്ചാൽ എന്ത് സംഭവിക്കും? അവർ ഹീലാവും. അപ്പോൾ ഇത് എന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ദേഹത്ത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് നിറയ്ക്കുന്ന ശക്തി അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന ശക്തിയാണ്. ഇപ്പോൾ എന്റെ ദേഹത്ത് ഒരു റൂമാല് കൊണ്ടിട്ടു, എന്റെ കൈ നനഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ആ നദിക്കുള്ളിലാണ് ഞാൻ. എന്റെ ദേഹത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു കർച്ചീഫ് വെച്ചാൽ ആ കർച്ചീഫിൽ എന്ത് വരും? നനവ് വരും. ആ നനവ് നടന്നുകൊണ്ട് പോകുമ്പോൾ ആ കർച്ചീഫിൽ ആ വെള്ളം ഉണ്ട്. ആ വെള്ളമുള്ള കർച്ചീഫ് വേറെ ആരുടെ മേത്ത് കൊണ്ടിട്ടാലും എന്ത് സംഭവിക്കും? ആ വെള്ളം അവരുടെ മേൽ പറ്റും, ഇല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരിക. ഇതുപോലെ നിങ്ങളുടെ മേൽ ആത്മാവിന്റെ പകർച്ച നിങ്ങൾ റെഡിയായാൽ, നിങ്ങളുടെ മേൽ അത് നിറച്ച് നിങ്ങൾ നിറയപ്പെട്ടവരായി, നിങ്ങൾ ആ പൂർണ്ണ നദിയിൽ നനഞ്ഞവരായി നിന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടി ആത്മാവിന്റെ ശക്തി വ്യാപരിക്കും. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇത് പൗലോസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പത്രോസിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഞാൻ സാധാരണ ഒരു ആളാണ്, എനിക്ക് അത്ര ആത്മാവിന്റെ കൃപവരമൊന്നുമില്ല, എനിക്ക് അത്ര ആത്മാവിന്റെ ശക്തി ഒന്നുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ ഭൂതങ്ങളോട് പറഞ്ഞാൽ ഭൂതങ്ങൾ പോകുമെന്ന് പറയുന്നു. അപ്പൊ വിശ്വസിക്കുന്നവരാൽ എന്നാ പറഞ്ഞത്? വിശ്വസിക്കുന്നവരാൽ. അതിന്റെ അർത്ഥം ആര് ഈ ആത്മാവിന്റെ ശക്തിയെ വിശ്വസിച്ച് പ്രാപിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ മേൽ ഈ ആത്മാവിന്റെ ശക്തി വരും. അവരാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും അവർ വിടുതൽ പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ പറയും എനിക്ക് രോഗികളെ ഞാൻ പറയട്ടെ, ഞാൻ അത് ഞാൻ ആ വിശ്വാസം ഏറ്റെടുത്ത് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത് എന്റെ വീട്ടിലാണ്. എന്റെ കുഞ്ഞു പിള്ളേർ അവർ എന്തൊരു രോഗമായിട്ട് എന്റെ അടുക്ക് വന്നാലും ഞാൻ ആദ്യം പറയുന്നത് എന്താ പറയുക? വാ അമ്മ പ്രാർത്ഥിക്കാം, വാ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിക്കും, മോന് വിശ്വാസമുണ്ട് കർത്താവ് വിടുവിക്കുന്നു? അപ്പം എന്റെ പിള്ളേർ പറയും യെസ് മാമ വിടുവിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോഴും അറിയാന്നിരിക്കും, അവർ ഒരു വിഷയം വന്ന് ആദ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന. അപ്പൊ ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറയും, മോളെ വെൻ വി പ്രേ ഹോളി സ്പിരിറ്റിന്റെ ശക്തി വരും, കർത്താവിന്റെ അടിപ്പിണരാൽ മോക്ക് സൗഖ്യം വരും. ദൈവമക്കളെ, ഞാൻ കണ്ട ഒരു കാര്യം, പലപ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ രോഗ സൗഖ്യം വരുന്നത് കാണാൻ കഴിയും. അപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വയ്യാഴിക വരുന്നു, ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും, ഹല്ലേലൂയ കർത്താവെ വിടുവിക്കണം, ഹല്ലേലൂയ, ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, ഹല്ലേലൂയ വിടുതൽ ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി തീർന്നു. ഞാനിതാ പറയാം, നിങ്ങളിൽ എത്ര പേര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? നിങ്ങളിൽ എത്ര പേര് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്? നിങ്ങൾക്കൊരു കാര്യം ദൈവം തന്നു, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളിൽ തുടങ്ങിക്ക്. നിങ്ങൾക്കൊരു അസുഖം വന്നു, കർത്താവ് എന്റെ മേൽ ആത്മാവിന്റെ ശക്തിയുണ്ട്, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്തൊന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ആത്മാവിന്റെ പകർച്ചത, ഞാൻ നടന്നു പോകുന്നിടത്ത് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. ഞാൻ തൊടുന്നിടത്ത്, ഞാനൊരു വീട്ടിൽ ചെന്ന് കാല് ചവിട്ടുമ്പോൾ ആ വീട്ടിനകത്ത് അന്ധകാര മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ ആ അന്ധകാര മണ്ഡലങ്ങൾ അറിയണം പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി എന്റെ വീടിനകത്തുണ്ടെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിഷേകം പ്രാപിക്കാൻ എത്ര പേര് തയ്യാറാ? ഇങ്ങനെ ഒരു അല്ലെങ്കിൽ പ്രവർത്തിച്ച് ചെയ്യാൻ എത്ര പേര് ഈ കാലഘട്ടത്തിൽ തയ്യാറാ? ഞാൻ പറയാം, അങ്ങനെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളെയോ നിങ്ങളുടെ ഭർത്താവിനെയോ നിങ്ങളുടെ കുടുംബത്തിനെയോ ശത്രുവിന് തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ശത്രു നാളെ നിങ്ങളുടെ തലമുറകൾക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ പൊട്ടുകയാണ്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ ശക്തിയുടെ ഡെപ്ത് കുറച്ചുകൂടെ ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പറഞ്ഞു, ഈ പഴയ നിയമത്തിൽ ഈ ഭാഗം വായിച്ചപ്പോഴാ സത്യം പറഞ്ഞ എന്റെ ദേഹം കുളിര് കോരാനിടയായി തീർന്നു. വേറൊന്നുമല്ല, ഹല്ലേലൂയ, പഴയ നിയമത്തിലെ എലീശ. ഓർക്കണം, ഏലിയാവിൽ നിന്ന് ഏലിയാവ് പോകുമ്പോൾ ഏലീശ ചോദിക്കുക, എനിക്ക് വേറെ ഒന്നും തരണ്ട, എനിക്ക് ആകെ കിട്ടേണ്ടത് എന്താ? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എന്തുകൊണ്ട് ഏലീശ ഈ ഇരട്ടി പങ്ക് ചോദിച്ചെന്നറിയോ? ഏലീശയ്ക്ക് അറിയാം, ഏലിയാവ് പ്രവാചകനായി ഇരുന്നപ്പോൾ ഏലിയാവിന്റെ അടുക്കൽ എത്രയോ പേര് കടന്നു വന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം നയമാൻ, എത്രയോ പേര്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ പ്രവാചക ശിഷ്യന്മാരുടെ അടുക്കൽ, എലീശയുടെ അടുക്കൽ വന്ന് നയമാൻ വിടുതൽ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഏലിയാവിന്റെ അടുക്കൽ വിടുതൽ പ്രാപിക്കുന്നു, വിധവകൾ വരുന്നു, സാറാഫാത്തിലെ വിധവ വരുന്നു. ഇവർക്കൊക്കെ പ്രാപിച്ച ഓരോ വിടുതലുകൾ ഈ പ്രവാചകന്മാരും അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ശിഷ്യൻ, ഇപ്പൊ ഏലിയാവ് ചെയ്തത് ഏലീശ ചെയ്ത് അവരുടെ പ്രവാചക ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുക. ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരും അവരുടെ അടുക്ക വന്ന് പ്രശ്നങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അവരും അത് അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ ഏലീശ പറയുക, അങ്ങ് പോവുക, എനിക്ക് അങ്ങയുടെ വീട്ടിലെ ആ കട്ടിൽ എനിക്ക് തരണം, അങ്ങ് കിടന്ന കട്ടിൽ എനിക്ക് തരണം കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ അപ്പച്ചമാർ അമ്മച്ചിമാര് പോകുമ്പോൾ അപ്പച്ചൻ പറയാം, അപ്പച്ചൻ കിടന്ന കട്ടിൽ എനിക്ക് വേണം, അപ്പച്ചൻ ഇരുന്ന കസാര എനിക്ക് വേണമെന്ന് പറയും. പക്ഷെ എത്ര പേര് ചോദിക്കും, അപ്പച്ചൻ ക്യാരി ചെയ്ത ബൈബിൾ എനിക്ക് തരണം? എത്ര പേര് പറയും? അപ്പച്ചൻ പണ്ട് കൊണ്ടു നടന്ന ബൈബിൾ ഉണ്ടല്ലോ അതെനിക്ക് തരാം. ആരും ചോദിക്കാറില്ല. ആ ബൈബിളൊക്കെ പാർക്കാ വേണ്ട, ഞാൻ എന്റെ വീട്ടിൽ 10 ബൈബിൾ ഉണ്ടെന്ന് പറയും. പക്ഷെ അതല്ല, അതിനകത്തൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഹല്ലേലൂയ. ഏലീശ പറയുക, ഏലിയാവേ എനിക്ക് നിന്റെ വേറെ ഒന്നും വേണ്ട, നീ കിടന്ന കട്ടിലോ മേശയോ കാലോ ഒന്നും എനിക്ക് വേണ്ട. എനിക്കറിയാവുന്ന ഒരു കാര്യം, ഇതിനേക്കാളൊക്കെ ഭയങ്കര മഹത്തമായതൊന്നും നിന്നിലുണ്ട്, അത് നിന്റെ ആത്മാവാ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. വെറും ആത്മാവിനെ തരാനല്ല പറഞ്ഞത്, നീ ഇപ്പൊ ചെയ്ത കാലഘട്ടം കഴിഞ്ഞു ഏലിയാവേ,
നീ പോകുമ്പോൾ ഇനി ഞാൻ ഫേസ് ചെയ്യേണ്ടത് വലിയൊരു കാലഘട്ടമാണ്. അത് എന്തോ കാലഘട്ടമാണെന്നറിയാമോ? നീ ഇപ്പോൾ ഫേസ് ചെയ്തതിനേക്കാൾ ഡബിൾ ശക്തിയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്ക് നിന്റെ മേലുള്ള പകർന്ന ശക്തി കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ ഇരട്ടി പങ്ക് എനിക്കിതാ. ഏലിയാവ് പറയുക, നീ നോക്കി കണ്ടാ ഞാൻ തരാം. അത് ചെയ്തു. ഏലീശയുടെ നോട്ടം എവിടായിരുന്നു? ഉയരത്തില, താഴോട്ടല്ല നോക്കിയേ, ഉയരത്തിൽ. അത് തന്നെ കാണിക്കുന്ന എന്താണെന്നറിയോ? ഉയരത്തിൽ നിന്ന് വേണം ആ ശക്തി നിന്റെ മേ വരാൻ. മാനുഷികമായി മുഖങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്. ഓ, ആ വ്യക്തിയോട് അടുക്ക ചെന്നാൽ എനിക്ക് അഭിഷേകം കിട്ടത്തില്ല. ഇത് ഉയരത്തിൽ നിന്ന് വരേണ്ടതാ. ഉയരത്തിൽ നിന്ന് ആ ശക്തി എലീശയുടെ മേൽ വന്നു. ദൈവമക്കളെ, അതിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 13:20. അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ എലീശ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബിയരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. എത്ര ആണ്ട് കഴിഞ്ഞിട്ടാ? പിറ്റേ ആണ്ട്. 1 വർഷം കഴിഞ്ഞിട്ടും എലീശ ചോദിച്ച ആത്മാവിന്റെ ഫലം മനസ്സിലാകുന്നുണ്ട് ദൈവമക്കളെ. നമ്മളിൽ എത്രയോ ഭക്തന്മാർ മരിച്ചുപോയി. അവരുടെ കല്ലറകളിൽ ഇന്നും അസ്ഥികൾ കിടക്കുന്നു. പക്ഷെ എത്ര അസ്ഥികൂടങ്ങളിൽ ചെന്ന് മറ്റൊരു ശവം ചെന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, നിങ്ങൾ മരിച്ചു മൺമറഞ്ഞു പോയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേര് ലോകം പറയണോന്നല്ല പറയേണ്ടത്. എന്റെ മേൽ പകർന്ന അഭിഷേകത്തെ ഞാൻ എന്റെ തലമുറയ്ക്ക് വിട്ടിട്ടേ ഞാൻ പോത്തുള്ളൂ. നിങ്ങളുടെ തലമുറകൾ ചോദിച്ചു മേടിക്കണം, എന്റെ മമ്മിയുടെ മേലുള്ള അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് കർത്താവേ അങ്ങ് എന്റെ മേലൊന്ന് പകരണമേ. എന്റെ അമ്മ ചെയ്ത ശുശ്രൂഷയെക്കാളും അധികമായി ചെയ്യുവാൻ എന്റെ മേൽ ആത്മാവിന്റെ ശക്തി ഒന്ന് പകരണമേ. ഞങ്ങളുടെ സഭയിലെ ദൈവദാസൻ ചെയ്ത ശുശ്രൂഷയെക്കാളും അധികമായി ചെയ്യുവാൻ ഒരു ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണമേ. ഇന്ന് എത്ര പേര് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? ദൈവമക്കളെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവിന്റെ ഇരട്ടി ശക്തി പ്രാപിക്കുവാനുള്ള ഒരു മനസ്സ്. ആത്മാവിന്റെ ഇരട്ടി ശക്തി പ്രാപിക്കാനുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ആ ശക്തി ക്യാരി ചെയ്യണം. പ്രാപിച്ചെടുത്താ പോരാ, ക്യാരി ചെയ്യണം. എലീശ അത് ക്യാരി ചെയ്തു, നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. ഏലിയാവിൽ നിന്ന് പ്രാപിച്ചു. എന്നാൽ ഹല്ലേലൂയ, എന്നാൽ ഞാൻ അത് കിട്ടി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, എന്നാൽ ഞാൻ എന്റെ വീട്ടിലോട്ട് പോകാന്നാണ് പറഞ്ഞേ. എന്റെ വീട്ടിലോട്ടാണോ എലീശ പോയത്? അല്ല. എലീശ അടുത്ത തല ശുശ്രൂഷ തുടങ്ങി. ഏലിയാവ് ചെയ്തതിലും ഇപ്പൊ ഏലിയാവ് ഒരു 8 അത്ഭുതം ചെയ്തെങ്കിൽ എലീശ 16 അത്ഭുതം ചെയ്തു. എവിടെ ഏലിയാവ് നിർത്തിയോ അവിടെ നിന്ന് എലീശ തുടങ്ങി. അത് മാത്രമല്ല, ആ ശക്തി അവന്റെ അസ്ഥികളിലേക്ക് ഇറങ്ങിയത്. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. അസ്ഥികളിൽ വ്യാപരിച്ച ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അവനല്ല ചെയ്യുന്നത്, അവൻ പോലും മനഃപൂർവ്വം അല്ല ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത 2 വ്യക്തികൾ, ഒന്ന് യേശു പോലും അറിയാതെ ആത്മാവിന്റെ ശക്തി യേശുവിൽ നിന്ന് വ്യാപരിച്ചു. ഇതുപോലെ എലീശ മരിച്ചു മൺമറഞ്ഞു പോയി. എന്നാൽ എലീശ പോലും അറിയുന്നില്ല എലീശയുടെ അസ്ഥിയിൽ അകത്തേക്ക് ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ടെന്നും ആ ആത്മാവിന്റെ ശക്തി ഹല്ലേലൂയ അത് മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ശക്തിയാണ്. നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഈ ജനറേഷനില്, ഈ അന്ത്യകാലത്ത് എന്റെ മേൽ ആത്മാവിന്റെ ശക്തി ഒന്ന് പകരണമേ? അത് വെറും ശക്തിയല്ല, ഏലിയാവിന്റെ മേൽ നിന്ന് എലീശ പ്രാപിച്ച ശക്തി. ഏലീശയിൽ നിന്ന് ഹല്ലേലൂയ അത് എന്നിലേക്കൊന്ന് വ്യാപരിക്കണമേ ഈ അന്ത്യകാലത്ത്. ഹല്ലേലൂയ, ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിൽ അപ്പോസ്തലപ്രവൃത്തി പറയുന്ന പത്രോസ് ജനത്തിനെ ഉറ്റു നോക്കിയപ്പോൾ അവർ വിടുതൽ പ്രാപിച്ചു. ജസ്റ്റ് അവൻ നോക്കിയതേ ഉള്ളൂ. ഹല്ലേലൂയ, നോക്കി. പിന്നെ നമ്മൾ കാണുന്നു തൊട്ടു, പിന്നെ കാണുന്നത് കൈ വെച്ചപ്പോൾ. ഹല്ലേലൂയ, കൈ വെച്ചപ്പോൾ ഹല്ലേലൂയ അവർ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ട്? കൈ വെക്കുമ്പോൾ നമ്മളിൽ നിന്ന് വ്യാപരിക്കും. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നത്. എന്നാൽ ചില രോഗസൗഖ്യങ്ങൾ, ചില രോഗ വിടുതലുകൾ നിങ്ങൾ കൈ വെക്കുമ്പോൾ നടക്കുമെന്ന് ഹല്ലേലൂയ നിങ്ങളിൽ എത്ര പേര് അതൊന്ന് വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, ഞാനത് ഏറ്റെടുക്കുന്നു. അതിനായി ഞാൻ എന്നെ ഇന്ന് സമർപ്പിക്കാം. ഈ 2024 ജാനുവരി മാസത്തിൽ ഞാൻ അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാൻ പോവാ. ദൈവമക്കളെ, എത്ര പേര് ഉപവസിക്കാൻ തയ്യാറാ? കർത്താവേ, ഞാൻ ഹല്ലേലൂയ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. എന്റെ ജനറേഷനിൽ നിങ്ങളുടെ പ്രായം ഒരു വിഷയമല്ല കേട്ടോ. ഞാൻ ഇപ്പോഴേ പറയുക, നിങ്ങൾ പ്രായമുള്ളവരാ. ഇനി പ്രായമൊക്കെ ആയി, ഇനി ഈ ശക്തി ലഭിച്ചിട്ട് ഞാൻ എവിടെ പോകാനാ? എന്റെ വീട്ടിൽ നിന്ന് പോലും പുറത്തു പോകാൻ എനിക്ക് പറ്റുന്നില്ല. ദൈവമക്കളെ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ നിങ്ങളെ തേടി ചിലര് വീട്ടിലേക്ക് വരും. നിങ്ങളെ തേടി ജനം വീട്ടിൽ വരും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ഡീഗ്രേഡ് ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മൾ പത്രോസിനെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഭീരുവായ പത്രോസ് ഒരു വേലക്കാരിയുടെ മുമ്പിൽ തന്നെ യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ തന്റെ മുമ്പിലുള്ളവരോട് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ ആത്യന്ത ശക്തി പത്രോസിന്റെ മേൽ വന്നപ്പോൾ അവൻ ധൈര്യമുള്ളവനായി തീർന്നു. ദൈവമക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ പല പീഡകളെ കുറിച്ച് കേട്ടു. സഭ ഇന്ന്
പീഡനത്തിൽ കൂടെ കടന്നു പോകുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ദൈവദാസിമാർ പീഡകളിൽ കൂടെ കടന്നു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ അത്യന്ത ശക്തി അവരുടെ മേലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പീഡയെ കൂടെ കടന്നു പോകാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുവരെ സഭ കണ്ടതിലും ഏറ്റവും വലിയ പീഡന കാലത്തിലാണ് പത്രോസും പൗലോസും ഒക്കെ ജീവിച്ചിരുന്നത്. ആ പീഡയുടെ കാലത്ത് എങ്ങനെ പത്രോസും പൗലോസും നിലനിന്നു? ദൈവമക്കളെ, ഞാനിപ്പോ പറയുന്നു, നിങ്ങൾക്ക് ഈ ശക്തി ഒന്നും, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈ അത്യന്ത ശക്തി നിങ്ങൾ പ്രാപിച്ചാൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ പീഡാകാലം വന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കും. യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ കഴിയാത്ത സ്നേഹത്തിൽ നിങ്ങൾ, കാരണം നിങ്ങൾ നിറയപ്പെടുന്നത് തന്നെ കർത്താവില. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിൽ യേശു വസിക്കുക പൂർണ്ണമായി. നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മാത്രമേ നിങ്ങൾ നടക്കത്തുള്ളൂ. ആകിയാൽ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നിങ്ങളൊന്ന് സമർപ്പിക്കാമോ? കർത്താവേ, ആ ഒരു അത്യന്ത ശക്തി ഒരല്പസമയം നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എലീശയുടെ മേൽ പകർന്ന ആ ശക്തി, അവന്റെ അസ്ഥികളിൽ വ്യാപരിച്ച ആത്മാവിന്റെ ശക്തി, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുദ്ധാനത്തിന്റെ ശക്തി, അല്ലെങ്കിൽ വെറും ഒരു അഭിഷേകം അല്ല കർത്താവേ, അല്ലെങ്കിൽ അത്യന്ത ശക്തി. അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നു, ഈ അത്യന്ത ശക്തി നിങ്ങളുടെ സ്വന്തമെന്നല്ല, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് ദാനമായി തരുന്നതാ. എന്നാൽ നിങ്ങൾ തയ്യാറായി തുറന്നിരുന്നാൽ മാത്രമേ കർത്താവിനെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലേക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അത് നിറയ്ക്കും. അല്ലെങ്കിൽ അത് സഭയിൽ പ്രാപിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ മുറിക്കുള്ളിലിരുന്ന് നിങ്ങൾ ആത്മാവിൽ കരയുമ്പോൾ, അപ്പാ ഞാൻ തയ്യാറാം, ഞാനൊരു തുറന്ന പാത്രമായി ഞാൻ ഇരിക്കുക, എന്നെ ഒന്ന് നിറയ്ക്കാമോ? ഒറ്റ കാര്യം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി, എന്നെ നിറച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തോളാം, ഞാൻ ലോക്ക് ചെയ്ത് വെക്കത്തില്ല. ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നിങ്ങൾ വീണ്ടും അല്ലെങ്കിൽ അന്ധകാരത്തിലേക്ക് പോകുക. കാരണം നിങ്ങൾക്ക് സ്വാർത്ഥത ഉള്ളിൽ കയറും. ഞാൻ ആരോ ആണെന്നുള്ള അല്ലെങ്കിൽ ഒരു അഹംഭാവം വരും. ദൈവമക്കളെ, പൗലോസും പത്രോസും അല്ലെങ്കിൽ ഇവരൊക്കെയും അഭിഷേകം പ്രാപിച്ചപ്പോൾ അവരാരും അവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നില്ല. അവരൊക്കെയും സഞ്ചരിച്ചു. അവർ കൊടുക്കും. നമുക്കറിയാലോ, പത്രോസും യോഹന്നാനും 9 മണി നേരത്ത് അല്ലെങ്കിൽ ആലയത്തിൽ പോയപ്പോൾ അവിടെ ഒരു മുടന്തനെ കണ്ടു. അവിടെ പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചോ? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. അത് കൊടുക്കാൻ മനസ്സുണ്ടെന്ന് ദൈവമക്കളെ നമ്മളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ മുമ്പിൽ ഒരാൾ പ്രശ്നമായിട്ട് വരിക, ദൈവം ഞാൻ വലിയൊരു പ്രശ്നത്തിലാ, നിങ്ങളിൽ എത്ര പേർക്ക് പറയാം ഈ പ്രശ്നത്തിന് പരിഹാരം എന്റെ കയ്യിലില്ല, പക്ഷേ എനിക്കുള്ള ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം? നമുക്കത് പറയാൻ പറ്റുമെന്ന് പത്രോസ് യോഹന്നാന് മാത്രമല്ല, അക്സയ്ക്ക് പറയാം, ഇവിടെ ഇരിക്കുന്ന ഓരോ സിസ്റ്റർ, സിജി സിസ്റ്ററിന് പറയാം, സജനി സിസ്റ്ററിന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയും. ഹല്ലേലൂയ. ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുകയാ, അത് കാംക്ഷിച്ചിരിക്കുന്നവരുടെ മേൽ അത് കടന്നു വരും. ഹല്ലേലൂയ. നിന്നെ ചിലപ്പോൾ ജനം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ വിലയിൽ നിന്ന് കാണും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊക്കെ പെർഫ്യൂംസ് മേടിക്കും, അല്ലെങ്കിൽ അത്തർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ, അതിന് ഭയങ്കര വിലയാ. കുറച്ചേ ഉള്ളൂ, കുഞ്ഞു കുപ്പികളാ, ഭയങ്കര വിലയാ. പക്ഷെ ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ആ കുപ്പിക്കകത്ത പെർഫ്യൂം ഉള്ളിടത്തോളം ആ കുപ്പിക്ക് വിലയുള്ളൂ. അല്ലെങ്കിൽ കുപ്പിക്കകത്ത് പെർഫ്യൂം തീർന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് നമ്മൾ കുപ്പത്തൊട്ടിയിലിടും. ഇതുപോലെയാ നമുക്കൊക്കെ വില തരുന്ന എന്താണെന്നറിയാമോ? ഈ ശക്തിയാ. ഈ ശക്തി ഇല്ലെങ്കിൽ നീ വിലയുള്ളതല്ല. ഞാൻ എപ്പോഴും ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും കുപ്പി അല്ലെങ്കിൽ വെള്ളം മേടിക്കാൻ ഒരു കടയിൽ ചെന്ന് അവർ കുപ്പി തരുക, കുപ്പി തരുമ്പോൾ വെള്ളമുള്ള കുപ്പി മേടിക്കുക, വെള്ളം ഇല്ലാത്ത കുപ്പി മേടിക്കുക? വെള്ളമുള്ള കുപ്പി മേടിക്കും. എന്നാൽ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് വെള്ളം തീർന്നു കഴിഞ്ഞാൽ ആ കുപ്പിക്ക് വിലയുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് പറ. ചിലര് അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിറച്ച് ഫ്രിഡ്ജ് വെക്കും. ഞാൻ ഈ കേരളത്തിലായിരുന്നപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടില് അല്ലെങ്കിൽ കൊക്കക്കോളയുടെ ഒക്കെ കുപ്പി മേടിച്ചാൽ അതിന് കൊക്കക്കോളയുടെ വിലയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ കുപ്പിക്കാണോ നമ്മൾ വില കൊടുക്കുന്നത്? അല്ല. കൊക്കക്കോള ഉള്ളിടത്തോളം ആ കുപ്പിക്ക് വിലയുള്ളൂ. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവിന്റെ ശക്തി ഇല്ലാത്ത ആത്മീകന് വിലയുണ്ടോ എന്ന് എന്റെ ചോദ്യം. ആത്മീയന് വിലയില്ല. ഇന്ന് ആത്മീയരുടെ വില കുറയാൻ കാരണം എന്നറിയോ? അവര് പണ്ട് പ്രാപിച്ചു, നിറച്ചിട്ടില്ല, കുപ്പി കാലിയായിട്ടിരിക്കും. അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തട്ടിക്കളിക്കുന്നു. ആത്മീയരെ തട്ടിക്കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ കയറിയ കാണാം. അങ്ങോട്ട് തട്ടും, പിന്നെ ഇങ്ങോട്ട് തട്ടും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടും. ഈ തട്ടിക്കളി നടക്കുന്നതിന്റെ കാര്യം ആത്മാവിന്റെ കൃപാവരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോട് പറയുന്നത്, മോനെ, നീ പ്രാപിച്ച കൃപാവരം തക്ക സമയത്ത് ഉപയോഗിച്ചോണേ. അത് ഉപയോഗിച്ചാൽ ദൈവമക്കളെ, ഇന്ന് നിങ്ങളൊക്കെ അല്ലെങ്കിൽ എന്റെ ടെസ്റ്റിമണി കേട്ട് നിങ്ങൾ ഇതൊക്കെ പറയുന്നല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അക്സ പീറ്റേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവാത്മാവിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആരും എന്നെ അറിയത്തു പോലുമില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് താൽക്കാലിക ജോലി
വിലയോടുകൂടി ഇരുന്നേനെ. എന്നാൽ എന്നെ വിലയുള്ളതാക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപയാ. എന്റെ മമ്മി എപ്പോഴും പറയുന്ന ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് 4 പെൺപിള്ളാരല്ലേ എന്ന് മറ്റുള്ളവർ മമ്മിയോട് ചോദിക്കുമ്പോൾ മമ്മി എപ്പോഴും പറയുന്ന ഒരു വാക്കാ, ശരി എനിക്ക് 4 പെൺപിള്ളാരാ, അല്ല പക്ഷേ അവര് ദൈവ കൃപയിൽ വളർന്നു വന്നാൽ അവര് 4 പെണ്ണല്ല 4 പൊന്ന. അല്ലെങ്കിൽ ദൈവ കൃപ ഒരു വ്യക്തിയിലുണ്ടോ അവന് പൊന്നിനേക്കാൾ വിലയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കുടുംബത്തിൽ നിനക്ക് വിലയുണ്ടാവില്ല, നിന്റെ മക്കളുടെ മുമ്പിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വിലയുണ്ടെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങളെ നോക്കി പറയാ, ഓ എനിക്ക് വിലയില്ല, എന്റെ മക്കൾ എനിക്ക് വില നൽകുന്നില്ല, എന്റെ ഭർത്താവ് എനിക്ക് വില നൽകുന്നില്ല, അല്ലെങ്കിൽ നീ ഒന്നും ഇല്ലാത്തവളാന്നും, അല്ലെങ്കിൽ ശക്തി ഇല്ലാത്തവളാന്നും, കഴിവില്ലാത്തവളെന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് ദൂത് പറയുക, നിങ്ങളെ വിലയുള്ളവളാക്കിയാ മാറ്റും. എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഈ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. നിങ്ങൾ ആ ശക്തിയെ ഒരു പാത്രം തുറന്നിരുന്ന് അത് പ്രാപിച്ചെടുക്കുന്നത് പോലെ നിങ്ങൾ പ്രാപിച്ചെടുത്താൽ അത്യുന്നതന്റെ ശക്തി. മറിയയ്ക്ക് വില വന്നത് എപ്പോഴാണെന്നറിയാമോ? അത്യുന്നതന്റെ ശക്തി അവിടെ മേൽ വന്നപ്പോഴാ. അത് ഹല്ലേലൂയ. ആർക്കും അറിയാതെ കിടന്ന ഒരു മകളായിരുന്നു മറിയ. ആർക്കറിയായിരുന്നു? ആർക്കും അറിയത്തില്ല. അവള് പാവപ്പെട്ട ഒരു കൊച്ച. എന്നാൽ മറിയ തയ്യാറായി. അവള് തുറന്നു കൊടുത്തിട്ട് പറയാ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് ദൂത് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ആ മറിയെ പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ആ ശക്തി എന്റെ മേൽ പകർന്നേര്. എന്തിനാ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല, എനിക്കൊന്നറിയാം, ദൂത് ഞാൻ കേട്ടു, അത് കർത്താവ് പറഞ്ഞെന്നറിയാവുന്നത് കൂടെ ഞാൻ അത് ഏറ്റെടുക്കുക. നാളെ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഒന്ന് എനിക്കറിയാം, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ നിഴലിടും. ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ഹല്ലേലൂയ അത് ചിലതിനെ പുറത്തെടുക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ പാപത്തിന്റെ കെണി കിടക്കുന്ന, ശാപത്തിന്റെ കെണി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ജനതയെ മൊത്തം പുറത്തെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആകിയാൽ ഇന്ന് കർത്താവ് ചോദിക്കുക, കർത്താവിന് വേണ്ടത് പ്രസംഗിക്കുന്നവരെ അല്ല, കർത്താവിന് വേണ്ടത് ഈ ആത്മാവിന്റെ ശക്തിയെ ഹല്ലേലൂയ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജനറേഷനെ കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ ജനറേഷനിലാകാൻ നിങ്ങൾ തയ്യാറാണ്. ദൈവമേ ഞാൻ തയ്യാറാണ്, അങ്ങയുടെ ദാസിയ ഞാൻ, അങ്ങയുടെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലൊന്ന് നിഴലിടാമോ? അത്യുന്നതന്റെ ശക്തി എന്റെ മേലൊന്ന് വരാമോ? അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ ഉത്പാദിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വരാതെ ഒരു ക്രിയേഷനും നടക്കത്തില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ ചിലതിന്മേൽ ചലനം പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതോ, ആത്മാവിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നിയോഗം കിട്ടി, ചിലതിന്റെ മേൽ കൈവെക്കുമ്പോൾ ആത്മാവിൽ നിയോഗം കിട്ടി, ചില വിഷയങ്ങളുടെ മേൽ ഞാൻ ആജ്ഞാപിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഞാൻ വിടുതലുകൾ കണ്ടിട്ടുണ്ട്. എത്രയോ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുമെന്നറിയാമോ? ഹല്ലേലൂയ. ആത്മാവിന്റെ കൃപയിൽ നമ്മൾ അതൊരു നിയോഗമാ. ചില വിഷയങ്ങളുടെ മേൽ നമ്മൾ നിയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ലത്. അല്ലെങ്കിൽ പിശാച് കാണുന്നത് നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. നമ്മൾ ഓർക്കും ഹല്ലേലൂയ അക്സയാണ് ആൾക്കാർ കാണുന്നതല്ല. ഞാൻ ഇന്നും പറയുക, നിങ്ങൾ ആരും അക്സയല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ സംസാരിക്കുന്നതും അക്സയല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ വെറും ഒരു ആയുധമാ, വെറും ആയുധം. ഒരു ദിവസം ഞാനൊരു ഇതും കൂടെ പറഞ്ഞാൽ നിർത്തിക്കുക. ഒരു ദിവസം ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഒരു ചർച്ചിൽ എന്നെ വിളിച്ചു. ആദ്യമായ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അല്ലെങ്കിൽ ഒരു അല്പം അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനോട് ഞാൻ കർത്താവ് എന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഞാനൊന്നും അല്ലപ്പ, അങ്ങ് ഉപയോഗിച്ചാലേ ഉള്ളൂ, അങ്ങ് കൊടുത്താലേ ഉള്ളൂ. അപ്പൊ അന്ന് രാത്രിക്കാലം എന്നെ ദൈവാത്മാവ് ഒരു വെളിപ്പാട് കാണിച്ചു. ആ വെളിപ്പാട് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഒരു വലിയ ടേബിളിൽ ഒരു വലിയ ഹല്ലേലൂയ സദ്യ ഉണ്ടാക്കി വെച്ചേക്കോ. അവിടെ എന്റെ ഈ ഡൈനിങ് ടേബിളിന്റെ തൊട്ടപ്പുറം ഓരോ സീറ്റിൽ ഓരോ വ്യക്തികൾ വന്നിരിപ്പുണ്ട്. വലിയൊരു ടേബിൾ, ഒത്തിരി പേര് വന്നിരിപ്പുണ്ട്. എല്ലാവരുടെ ഫ്രണ്ടിൽ പ്ലേറ്റ് ഉണ്ട്. നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി അവിടെ ഒരു ഷെഫ് നിൽപ്പുണ്ട്, ഉണ്ടാക്കിയ വ്യക്തി അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് എന്നോട് പറയുകയാ, നീ ഈ ടേബിളിനകത്ത് എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു കുറവുമില്ല. പ്ലേറ്റ് ഉണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നോട് ചോദിക്കുക, ഞാൻ ഈ ഷെഫായിട്ട് കാണുന്ന വ്യക്തി കർത്താവാണ്. കർത്താവ് എന്നോട് ചോദിച്ചു, ഒരു കുറവ് നീ കാണുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല. എന്നാ നീ വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയപ്പോ എല്ലാം ഉണ്ട്, പ്ലേറ്റ് കൊണ്ട് ആൾക്കാരും കൈ കഴുകി റെഡി ആയിട്ടിരിക്കുക, പക്ഷെ വിളമ്പാൻ തവികളില്ല, സ്പൂണില്ല. അപ്പൊ കർത്താവ് എന്നോട് പറയാ, എത്ര വലിയ പ്ലേറ്റ് ഉണ്ടെങ്കിലും ഇനി എത്ര വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വെച്ചാലും വിളമ്പി കൊടുക്കാൻ എനിക്കൊരു ആയുധം ആവശ്യമാണ്. അന്ന് എന്നെ ദൈവാത്മാവ് ഒരു ദർശനത്തിൽ കാണിച്ചിരുന്നു, ഞാൻ നിന്നെ ഒരു തവിയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, തവി നിങ്ങളൊക്കെ വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ ബിരിയാണിയാന്ന് തന്നെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി, നിങ്ങൾക്ക് എല്ലാം ഉണ്ട് വീട്ടിൽ, പാത്രമുണ്ട്, കലമുണ്ട്, എല്ലാത്തിനകത്തും ബിരിയാണി ഉണ്ടാക്കി നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. വിളമ്പാൻ തവി ഇല്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. എല്ലാ വീട്ടിലുണ്ടേ, തവി ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യും? തവി ഇല്ലാതെ എങ്ങനെ കൊടുക്കും? അപ്പൊ കർത്താവിന് വേണ്ടത് എന്നോട് പറഞ്ഞതാ, മോളെ നീ ഒരു തവിയായിട്ട് എന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കണം. എല്ലാ തവികളും നിങ്ങൾ എടുക്കുക. നമ്മൾ സഹോദരിമാരായോണ്ട് ഞാൻ ചോദിക്കുക, നമുക്ക് എല്ലാ തവികളും ഇഷ്ടം. ചോറിന് പ്രത്യേക ഒരു തവിയുണ്ട്, മോരിന് പ്രത്യേക തവിയുണ്ട്. പക്ഷെ നമ്മൾ ചില തവികൾ നമുക്ക് എത്ര ഉണ്ടെങ്കിലും ചിലതുണ്ട് നമ്മൾ അത് വേണ്ട, ഈ തവി മതി, അവ കയ്യിലിരിക്കും, ഒതുങ്ങി കൊടുക്കണം.
എന്നാൽ ഈ ഒതുക്കി കൊടുക്കുന്ന തവി ഒരിക്കലും ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഞാനാ ബിരിയാണി കൊടുത്തത്, പറയാൻ പറ്റുമോ? ഉണ്ടാക്കിയവനും ഉണ്ട്, വിളമ്പിയവനും ഉണ്ട്. ഉണ്ടാക്കിയ ആൾ തന്നെ വിളമ്പി, നമ്മളൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കിയ ആൾ, നമ്മൾ തന്നെയല്ലേ വിളമ്പുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് ആർക്കാ കിട്ടുന്നത്? ആന്റി ഉണ്ടാക്കിയ ബിരിയാണി കൊള്ളാന്നാ പറയുന്നത്. പക്ഷെ സ്പൂൺ നോക്കുന്നത് എന്തുവാ? വിളമ്പി കൊടുത്തതാരാ? തവി. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, തവി ഇന്ന് വരെ പ്രശംസ എടുത്തതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ കയ്യിൽ ഒതുങ്ങി തന്നാ ഞാൻ നിന്നെ ഉപയോഗിച്ചോളാം. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടത് എന്തെന്നും എത്ര അളവ് വേണമെന്നും എനിക്കറിയാം, അത് ഞാൻ കൊടുത്തോളാം. പക്ഷെ നീ തവിയായിട്ട് എന്റെ കയ്യിൽ ഇരുന്നാൽ മതി. ഇത് തന്നെ ദൈവമക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഇത് തന്നെ പറയും, കർത്താവ് ഞാനൊരു തവിയായിട്ട് തരുക. എന്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തിന് എന്താ വേണ്ടത് അത് അങ്ങ് അവരുടെ അളവിനനുസരിച്ച് അങ്ങ് കൊടുത്തോണം. എന്നാൽ ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ രഹബോത്തിൽ എനിക്കറിയാം ഈ ദിവസങ്ങളെല്ലാം മീറ്റിംഗ് നടക്കില്ല. ഈ മീറ്റിംഗിൽ ഓരോ ദിവസവും നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം, കർത്താവ് ഇത് സൂമിലാണെങ്കിൽ പോലും അത്യന്ത ശക്തി എന്റെ മേലൊന്ന് വരണം, അത് നിറച്ചോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ജഗ് പോലെ നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച ശക്തി കൊണ്ട് നാളെ നിൽക്കാമെന്ന് കരുതരുത്. നിൽക്കാൻ പറ്റത്തില്ല. സമയം കണ്ടെത്തി നിറച്ചോണം. യേശു കർത്താവ് ചെയ്തതാ. രാത്രി മൊത്തം യേശു കർത്താവ് ചാർജ് ചെയ്യും, പകല് മൊത്തം താൻ ശുശ്രൂഷ ചെയ്യും. ഇതുപോലെ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ട ദൈവകൃപ നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് അത് ചാർജ് ചെയ്താൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നിങ്ങളുടെ തലമുറകൾ വളർന്നു വരുമ്പോൾ പറയും, എനിക്ക് എന്റെ മമ്മി പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ, എന്റെ മമ്മിയേക്കാൾ അധികം ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ. നിങ്ങളോട് നിങ്ങളുടെ തലമുറകൾ പറയും, മമ്മി എനിക്ക് വേറെ ഒന്നും വേണ്ട, മമ്മി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയുടെ കൈമാറ്റം എനിക്കൊന്ന് തരാമോ? ചില ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ഹല്ലേലൂയ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തങ്ങളുടെ മേലെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ തങ്ങളുടെ തലമുറകൾക്ക് കൈമാറ്റം ചെയ്തെന്ന്. അത് എന്തുവാ ഉദ്ദേശിക്കുന്നത്? കൈമാറ്റം. അവർ കൈവച്ച് അഭിഷേകത്താൽ അവരെ നിറയ്ക്കും. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ആ ആഗ്രഹമുണ്ടോ? കർത്താവേ എന്നെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണം. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, അത് നിറച്ചാൽ നിങ്ങൾ കൊടുക്കാൻ സന്നദ്ധരാ. ഞാൻ ഇപ്പൊ കാണുന്ന ഒരു കാര്യം, ദൈവം നിറയ്ക്കും. ആർക്കാന്നറിയോ? കൊടുക്കാൻ, സ്വാർത്ഥതയില്ലാതെ കൊടുക്കാൻ തയ്യാറായോ? നിങ്ങളിൽ സ്വാർത്ഥതയുണ്ട് അവർ ദൈവമക്കളെ. ദൈവമേ എന്നെ അത്യന്ത ശക്തിയാൽ നിറച്ചാൽ എന്റെ അടുക്കൽ ആര് പ്രാർത്ഥിക്കാൻ വന്നാലും ഞാൻ ആത്മാവിന്റെ ശക്തിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അങ്ങയ്ക്കുണ്ടായിരുന്ന ആത്മഭാരം പോലെ ഞാൻ ആത്മഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാം. എന്റെ അടുക്കൽ ഒരു കുഞ്ഞ് തകർന്നു വന്നാൽ, അവൻ ബന്ധനത്തിലാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ വിടുതൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞാൻ ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ കർത്താവേ. അങ്ങ് പറയുന്നത് പോലെ നന്മ ചെയ്യുവാൻ, ഹല്ലേലൂയ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, ഹല്ലേലൂയ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു ജനറേഷനെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ തയ്യാറാപ്പാ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാകുന്നു? കർത്താവ് പറയുക, അൺലോക്ക് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അതിനെ തുറന്നു കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആവശ്യം തോറും കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ചിലരിൽ മാറ്റം വരുവോളം നിങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കണം. ചിലർക്ക് 1 ഗ്ലാസ് വെള്ളം പോരാ, ചിലർക്ക് 10 ഗ്ലാസ് വെള്ളം വേണം. അത് അവർക്ക് വേണ്ടുവോളം നിങ്ങൾ ആത്മാവിന്റെ ശക്തി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ജീവജല നദിയുടെ ഒരു ഒഴുക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കും. ജീവജല നദിയുടെ ഒഴുക്ക് നിങ്ങളുടെ സഭകളിൽ നടക്കും. ഈ രഹബോത്ത് മിനിസ്ട്രിയിൽ നടക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ജീസസിനോട് ദൂത് പറയുക, ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത ഹല്ലേലൂയ ചില ദൈവദാസിമാരുടെ അടുക്കലേക്ക് ദൈവം നിന്നെ അയക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയുടെ ഹല്ലേലൂയ ആ ശക്തി നീ ഒന്ന് തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ സിസ്റ്ററെ ദൈവാത്മാവ് പറയുകയാണ്, അല്ലെങ്കിൽ ഈ രഹബോത്ത് മിനിസ്ട്രി കൂടി അനേകർ സൂം പ്ലാറ്റ്ഫോമിൽ വന്ന് വിടുതൽ പ്രാപിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനെ തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ചില രോഗികൾ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കർത്താവേ അവരെ വിടുവിക്കണമെന്നല്ല, ആത്മാവിൽ അല്പനേരം പ്രാർത്ഥിക്കണം. ദൈവം നിയോഗം തന്നാൽ നിങ്ങൾ ആ സ്ക്രീനിലേക്ക് ആ സഹോദരിയുടെ പേര് വെച്ചിട്ട് നിങ്ങൾ ആത്മാവി പറയണം, ആത്മാവിന്റെ ശക്തിയെ ഞാൻ ഇപ്പോൾ തുറന്നു വിടുക, ആത്മാവിന്റെ ശക്തിയെ റിലീസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രവൃത്തി അങ്ങ് ചെയ്യണം. ദൈവാത്മാ പറയും. അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ചില രോഗികൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്യൂം പ്ലാറ്റ്ഫോമിൽ തന്നെ വിടുതൽ പ്രാപിക്കും. നിങ്ങളുടെ തലമുറകളുടെ വിഷയം നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ എത്ര മൈൽ ദൂരത്തായിരുന്നാലും നിങ്ങൾ ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, സ്വാർത്ഥത മാറ്റിവെച്ച് പ്രാർത്ഥിച്ചാൽ, ബന്ധനത്തിലായിരിക്കുന്ന തലമുറകൾ, ശത്രുവായവൻ പിടിച്ചുകൊണ്ടുപോകുന്ന തലമുറകൾ, ആ ബന്ധനം പൊട്ടിച്ച് അത് നിങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു കിടക്കുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്, അവർ പുറത്തു വരും. ബുദ്ധിമാന്ദ്യം പറ്റിക്കിടക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കും. എന്നാൽ കർത്താവ് ചോദിക്കുന്നത്, മക്കളെ എനിക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്, എന്നാൽ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു തുറന്ന പാത്രം പോലെ ഇരുന്നാൽ ഞാൻ നിറയ്ക്കും തോറും നിങ്ങൾ പകർന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എലീശയുടെ അടുക്കലെ പ്രവാചക ശിഷ്യം എന്ന് പറഞ്ഞത് ഇങ്ങനെയാ, എന്റെ കയ്യിൽ ഒരു തുരുത്തി എണ്ണ മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം ചെയ്, നീ കാലിപ്പാത്രങ്ങളെ കൂട്ട്. നീ അയലക്കത്തോട്ട് പോകാനാ പറഞ്ഞത്, വീട്ടിലിരുന്നുള്ള പാത്രമല്ല പറഞ്ഞത്. നീ അയലക്കത്തുള്ള സകല പാത്രങ്ങളും ശേഖരിക്കുക. ഹല്ലേലൂയ. നിന്റെ അയലക്കത്തുള്ളവര്, നിന്റെ നെയ്ബേഴ്സ് പലരും ശൂന്യതയില, അവരുടെ പാത്രങ്ങളിൽ ഒന്നുമില്ല. എന്നാൽ കർത്താവ് പറയാ, നിന്റെ മേലുള്ള എണ്ണ, നിന്റെ പാത്രത്തിൽ അല്പമേ എണ്ണയുള്ളൂ, എന്നാൽ നീ വിശ്വാസത്തോടെ ആ എണ്ണയൊന്ന് പകരാമോ? മറ്റുള്ളവർക്കൊന്ന് പകർന്നു കൊടുക്കാമോ? നീ പകരും തോറും ഇത് നിറയും. അടുത്ത നെയ്ബർ വരും നിന്റെ അടുക്കൽ. ഹല്ലേലൂയ. അടുത്ത
സഹോദരി വന്നിട്ട് പറയും, എന്റെ പാത്രം കാലിയാ, എന്നിലേക്കൊന്ന് പകരാമോ? നിറയ്ക്കും, അടുത്തതിലേക്ക് പകരും. എന്നാൽ നീ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാ, അല്ലെങ്കിൽ നിന്റെ കടവും ഞാൻ മാറ്റും, അല്ലെങ്കിൽ അനേകർ നിറയപ്പെടാനും ഇടയായി തീരും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയാ നമ്മളെയും ബന്ധനത്തിലാക്കുന്നത്, നമുക്ക് വിടുവിക്കപ്പെടാൻ പറ്റാത്തത്, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ മേൽ മറുപടി കിട്ടാത്തതിന്റെ കാര്യം നമ്മൾ സ്വാർത്ഥരായിരിക്കുകയാ. ഈ സ്വാർത്ഥത വിട്ട് ആത്മീയ ലോകം എന്ന് പുറത്തു വരുന്നോ, അല്ലെങ്കിൽ വലിയ മിറക്കിൾസ് നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ. നമുക്ക് ആ പ്രവാചക ശിഷ്യ പോലെ ആകാം. വീടിനകത്തു നിന്ന് പുറത്തിറങ്ങി അയലക്കത്തി എന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ശേഖരിക്കാമോ? എനിക്കറിയാം സഹോദരി, നീ വലിയ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നെന്ന്. എനിക്കറിയാം നീ തലമുറയോർത്ത് കരയുകയാണെന്ന്. എന്നാൽ ഞാൻ നിന്റെ അടുക്ക വരാൻ പോവാ പ്രാർത്ഥിക്കാൻ. ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. എനിക്കുള്ളത് അല്പ എണ്ണയേ ഉള്ളൂ, അല്പമേ എനിക്കുള്ളൂ. എനിക്ക് വലിയ കൃപയൊന്നുമില്ല. എന്നാൽ ആ ഉള്ള കൃപയെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസ്തരാണ്. കർത്താവ് കണ്ടാൽ നീ ഒഴിക്കും തോറും ഇത് പകർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇത് നിറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിറഞ്ഞാൽ സംഭവിക്കുന്നതാ, അല്ലെങ്കിൽ അടുത്ത പാത്രങ്ങളിലേക്ക് ഒഴിഞ്ഞ പാത്രം ഓരോന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് നിറച്ചിട്ട് നാളെ അല്ല പോയി അടുത്ത ഒഴിഞ്ഞ പാത്രം വരുന്നത്, അന്ന് തന്നെ പല ഒഴിഞ്ഞ പാത്രങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇതുപോലെ ദൈവമക്കളെ, നിങ്ങൾ റെഡിയായാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഇന്ന് എനിക്ക് രഹബോത്ത് മിനിസ്ട്രിയോട് പരിശുദ്ധാത്മാവ് തന്ന ദൂത് ഇതാണ്: പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപയോഗിക്കണേ, മാറ്റിക്കളയല്ലേ. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി. തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നിനക്ക് ദൈവം തന്ന കൃപ, നിന്നിലുള്ള കൃപ അവൻ ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ എല്ലാവരും ഉപയോഗിക്കട്ടെ. ഈ 2024 തീരുന്നതിനിപ്പുറം നിങ്ങളുടെ മേൽ അസാധാരണമായ ദൈവശക്തി, അസാധാരണമായ ചില ശുശ്രൂഷ ബാന്ധാവുകളിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുമെന്ന് കർത്താവ് പറയുക. ആരിത് ഏറ്റെടുക്കുന്നു, ആര് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തയ്യാറാകുന്നു, അവരുടെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി വരും. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കാം, ഹല്ലേലൂയ, അടുക്കളയിലായിരിക്കുമ്പോൾ ആ നിറയൽ വന്നെന്നിരിക്കാം. എന്നാൽ എപ്പോഴും ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ നടക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ തലമുറകളിലേക്ക് നിങ്ങൾക്ക് പകരാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയമാതാക്കളെ, തലമുറകളുടെ മേൽ ഒരു പകർച്ച വരട്ടെ. അതിനുവേണ്ടി നിങ്ങളൊന്ന് കൊതിക്കുക. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ പകരപ്പെടണം. നിങ്ങൾക്ക് പകർന്നാലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ, നിങ്ങളുടെ തലമുറകളിലേക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആകയാൽ ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും ഈ സന്നിധി, ദൈവസന്നിധി നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവാത്മാവിന്റെ അസാധാരണമായ ഒരു ശക്തി നിങ്ങളുടെ മേൽ വരും. എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്, ആത്മാവിന്റെ ഒരു ശക്തി. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, ഈ അസാധാരണമായ ശക്തിയെ ഞാൻ അൺലോക്ക് ചെയ്യുക. എന്റെ മേൽ ഞാൻ പ്രാപിച്ചെടുത്ത ആത്മാവിന്റെ ശക്തിയുടെ അല്ലെങ്കിൽ അളവറ്റ വലിപ്പം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാപ്പാ. അങ്ങ് പറഞ്ഞത് നന്മ ചെയ്യണോന്ന്. ഈ അഭിഷേകം പ്രാപിച്ചിട്ട് നന്മ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥത മാറ്റിവെക്കാം. സ്വാർത്ഥതയുടെ ചെങ്ങലകളെ നിങ്ങളൊന്ന് മുറിച്ചു കളയാമോ? ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വരും. ഹല്ലേലൂയ. ആകിയാൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അല്ലല്ലോ, നിങ്ങളെ ദൈവം അധികമായി ഉപയോഗിക്കട്ടെ. അല്ലെങ്കിൽ 2024 തീരുന്നതിനിപ്പുറം നിങ്ങളിൽ കൂടി അസാധാരണമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ദേശത്ത് വെളിപ്പെട്ടുവെന്നും സഭയിൽ വെളിപ്പെട്ടുവെന്നും സാക്ഷ്യം പറയത്തക്ക രീതിയിൽ നിങ്ങളെല്ലാവരും ദൈവം ഉപയോഗിക്കട്ടെ എന്ന്